എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പഴയ ഇരട്ടക്കുഴൽ റൈഫിളിന് വലിയ ഭാരമുണ്ട്. വെടിയുണ്ടകളുടെയോ ഇരുമ്പിൻ്റെയോ ഭാരമല്ല ഞാൻ ഉദ്ദേശിച്ചത്. വർഷങ്ങളായി കാടുകളിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളുടെ വലിയ ഭാരമാണത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ആർദർ, ഉന്നം തെറ്റാതെ ഒരു കാട്ടുമൃഗത്തിന് നെറ്റിയിലേക്ക് വെടിയിട്ട് തീർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വികാരമാണ് തോന്നാറുള്ളത് എന്ന്. അവർക്കെല്ലാം ഞാൻ നൽകുന്ന മറുപടി ഒന്നാണ്: തോക്കിൻ്റെ കാഞ്ചി വരിക്കാൻ ഒരു വിരലിൻ്റെ ബലം മാത്രം മതി. എന്നാൽ ആ കാഞ്ചി വരിക്കാതിരിക്കാൻ കാടിനെ അറിയുന്ന വലിയൊരു ഹൃദയം വേണം. ഒരു വേട്ടക്കാരൻ്റെ യഥാർത്ഥ വിജയം അവൻ കൊന്നൊടുക്കിയ മൃഗങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് അവൻ കാടിനോട് കാണിച്ച കാരുണ്യത്തിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വലിയ സത്യം എന്നെ പഠിപ്പിച്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. സ്ഥലം കർണാടകയിലെ പശ്ചിമഘട്ട മലനിരകളാണ്. നൂറുകണക്കിന് ഏക്കറുകളിൽ പരന്നുകിടക്കുന്ന അതിവിശാലമായ കാപ്പിത്തോട്ടങ്ങൾ. നവംബർ മാസത്തിലെ കനത്ത കോടമഞ്ഞ് ആ മലനിരകളെ അക്ഷരാർത്ഥത്തിൽ ഒരു വെള്ളപ്പുതപ്പണിയിച്ചിരിക്കും. എപ്പോഴും പെയ്യുന്ന ചെറിയ ചാറ്റൽ മഴയും കാറ്റിലൊഴുകിയെത്തുന്ന കാപ്പിപ്പൂക്കളുടെ നേർത്ത ഗന്ധവും ആ പ്രദേശത്തിന് വല്ലാത്തൊരു മാന്ത്രികത നൽകിയിരുന്നു. എന്നാൽ പ്രകൃതിയുടെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ അവിടെയുള്ള ആർക്കും അന്ന് കഴിഞ്ഞിരുന്നില്ല. കാരണം ആ വലിയ കാപ്പിത്തോട്ടത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള 3-ാം നമ്പർ ഡിവിഷൻ കഴിഞ്ഞ 2 ആഴ്ചയായി ഒരു യുദ്ധക്കളം പോലെ കിടക്കുകയായിരുന്നു. നൂറുകണക്കിന് പാവപ്പെട്ട തൊഴിലാളികൾ പണിയെടുക്കുന്ന ആ മലഞ്ചെരുവിലേക്ക് വരാൻ ഇപ്പോൾ ആർക്കും ധൈര്യമില്ല. കാരണം ആ മലനിരകളുടെ യഥാർത്ഥ അവകാശിയായ അതിഭീമനായ ഒരു കാട്ടാന ആ കാപ്പിത്തോട്ടത്തെ പൂർണ്ണമായും തൻ്റെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. സാധാരണയായി കാട്ടാനകൾ കൂട്ടമായാണ് വരിക. കാപ്പിത്തോട്ടങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് മുൻപിൽപ്പെടുന്ന ചെടികൾ നശിപ്പിക്കാറുമുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ആനയുടെ രീതികൾ തികച്ചും വ്യത്യസ്തവും ഭയാനകവുമായിരുന്നു. അവൻ വരുന്നത് ഒറ്റയ്ക്കാണ്. തീറ്റ തേടുക എന്നതിലുപരി അവിടെ കാണുന്നതെല്ലാം നശിപ്പിക്കുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക്, ക്വാർട്ടേഴ്സുകൾ നേരെ അവൻ പാഞ്ഞെടുക്കുകയും വലിയ ശബ്ദത്തിൽ അലറിക്കൊണ്ട് അവരുടെ കുടിലുകൾ തകർക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ മാത്രം 3 തൊഴിലാളികൾക്കാണ് അതിദാരുണമായി പരിക്കേറ്റത്. ഒരാളുടെ നില അതീവ ഗുരുതരമായിരുന്നു. ആനയുടെ ആക്രമണം ഭയന്ന് തൊഴിലാളികൾ പണിമുടക്കിയതോടെ ആ എസ്റ്റേറ്റിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ കാപ്പിക്കുരുക്കളാണ് പറിച്ചെടുക്കാൻ കഴിയാതെ ചെടികളിൽ കിടന്ന് നശിച്ചുപോയത്. അപ്പോഴാണ് എസ്റ്റേറ്റ് ഉടമകളും ഫോറസ്റ്റ് അധികാരികളും ചേർന്ന് എന്നെ അവിടേക്ക് വിളിക്കുന്നത്. അതൊരു കൊലയാളി ആനയാണെന്നും കണ്ടാലുടൻ വെടിവെച്ചു കൊല്ലാൻ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഉത്തരവുണ്ടെന്നും അവരെന്നെ അറിയിച്ചു. മഴ പെയ്ത് തകർന്ന ചെളി നിറഞ്ഞ ആ വലിയ മലമ്പാതയിലൂടെ ഒരു ജീപ്പിലാണ് ഞാൻ ആ എസ്റ്റേറ്റിലേക്ക് എത്തിച്ചേർന്നത്. വായുവിൽ വല്ലാത്തൊരു തണുപ്പുണ്ടായിരുന്നു. ജീപ്പ് എസ്റ്റേറ്റിൻ്റെ വലിയ ഇരുമ്പ് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടുത്തെ ഭയാനകമായ അന്തരീക്ഷം എനിക്ക് മനസ്സിലായി. സാധാരണയായി തൊഴിലാളികളുടെ പാട്ടുകളും സംസാരവും കൊണ്ട് മുഖരിതമാകേണ്ട ആ പ്രദേശം ഒരു ശ്മശാനം പോലെ നിശബ്ദമായിരുന്നു. എസ്റ്റേറ്റിൻ്റെ പഴയ ബംഗ്ലാവിന് മുൻപിൽ എന്നെ കാത്ത് മാനേജർ ശേഖരനും കുറച്ച് ഫോറസ്റ്റ് ഗാർഡുകളും നിൽപ്പുണ്ടായിരുന്നു. വലിയൊരു പ്രതിസന്ധി നേരിടുന്നതിൻ്റെ എല്ലാ ക്ഷീണവും മാനേജർ ശേഖരൻ്റെ മുഖത്തുണ്ടായിരുന്നു. ജീപ്പിൽ നിന്നും എൻ്റെ തോക്കും സാധനങ്ങളും എടുത്ത് ഞാൻ പുറത്തിറങ്ങി. ശേഖരൻ ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചു. ആർദർ സാർ, നിങ്ങൾ വന്നത് വലിയൊരു ആശ്വാസമായി. ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പട്ടിണിയിലാണ്. ആ ഭ്രാന്തൻ ആനയെ എത്രയും വേഗം ഇവിടുന്ന് ഇല്ലാതാക്കണം. കഴിഞ്ഞ രാത്രിയിലും അവൻ ആ മലമുകളിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി, അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ബംഗ്ലാവിൻ്റെ വരാന്തയിലേക്ക് കയറിയിരുന്നു കൊണ്ട് അയാളോട് വിശദാംശങ്ങൾ ചോദിച്ചു. ശേഖരൻ, എനിക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയണം. ആന എത്ര മണിക്കാണ് വരുന്നത്? അതെന്തൊക്കെയാണ് നശിപ്പിക്കുന്നത്? സാധാരണ ഒറ്റയാന്മാർ ഇങ്ങനെ സ്ഥിരമായി ഒരേ സ്ഥലത്ത് വന്ന് ആക്രമണം നടത്താറില്ല. ശേഖരൻ കുറച്ചുനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, സാർ, അതൊരു സാധാരണ ആനയെപ്പോലെയല്ല. അവൻ വരുന്നത് എപ്പോഴും രാത്രിയാണ്. പക്ഷേ അവൻ കാപ്പിക്കുരുക്കളോ ഇലകളോ ഒന്നും തിന്നാറില്ല. പകരം കാപ്പിത്തോട്ടത്തിന് നടുവിലൂടെ വലിയൊരു വഴി വെട്ടി അവൻ മലയുടെ മുകളിലേക്ക് പോകും. അവിടെയുള്ള വലിയൊരു പാറക്കെട്ടിന് ചുറ്റും അവൻ കാവൽ നിൽക്കും. ആരെങ്കിലും ആ ഭാഗത്തേക്ക് പോയാൽ അവൻ ജീവനെടുക്കാൻ പാഞ്ഞെടുക്കും. അവൻ അവിടെ എന്തോ വലിയ നിധി കാത്തു സൂക്ഷിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ആ വാക്കുകൾ എന്നിൽ
വലിയൊരു ആകാംക്ഷ ഉണർത്തി. കാട്ടാനകൾ വളരെ ബുദ്ധിയുള്ള മൃഗങ്ങളാണ്. അവയ്ക്ക് വ്യക്തമായ കാരണങ്ങളില്ലാതെ ഒരു പ്രത്യേക സ്ഥലത്തോട് ഇത്ര വലിയ ആഭിമുഖ്യം തോന്നാൻ വഴിയില്ല. ഒന്നുകിൽ അവിടെ അവന് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും തീറ്റയുണ്ടാകാം, അല്ലെങ്കിൽ ആ മലമുകളിൽ മറ്റെന്തോ വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഗവൺമെന്റ് ഓർഡർ പ്രകാരം എനിക്ക് അവനെ കണ്ടാലുടൻ വെടിവെക്കാം. പക്ഷേ എൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ ആ രഹസ്യം എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് അവൻ ആ പാറക്കെട്ടിന് ചുറ്റും കാവൽ നിൽക്കുന്നത്? എനിക്ക് ആ സ്ഥലമൊന്ന് കാണണം. അവൻ അവസാനം വന്ന കാൽപ്പാടുകൾ എവിടെയാണ്? ഞാൻ തോക്ക് തോളിലേക്ക് മാറ്റിക്കൊണ്ട് ചോദിച്ചു. പുറത്ത് വീണ്ടും മഴ ചാറി തുടങ്ങിയിരുന്നു. സമയം ഉച്ച കഴിഞ്ഞിരുന്നെങ്കിലും കോടമഞ്ഞ് കാരണം വൈകുന്നേരമായതുപോലെ തോന്നി. ശേഖരൻ 2 അനുഭവസമ്പത്തുള്ള കാവൽക്കാരെ എനിക്കൊപ്പം വിട്ടു. അവരുടെ കയ്യിൽ വലിയ വവാക്കത്തികളും മണ്ണെണ്ണ വിളക്കുകളും ഉണ്ടായിരുന്നു. കാപ്പിത്തോട്ടങ്ങൾക്കുള്ളിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. അട്ടകൾ നിറഞ്ഞ ഈർപ്പമുള്ള മണ്ണിലൂടെ വേണം മലമുകളിലേക്ക് കയറാൻ. ഞങ്ങൾ പതുക്കെ ആ വലിയ എസ്റ്റേറ്റിൻ്റെ അതിർത്തിയായ കൊടുംകാടിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. ചുറ്റും മൂടിക്കെട്ടിയ മഞ്ഞ് എൻ്റെ കാഴ്ചയെ 8-10 അടിയിലേക്ക് മാത്രം ഒതുക്കിയിരുന്നു. വലിയ കാപ്പിച്ചെടികൾക്കിടയിലൂടെ നടക്കുമ്പോൾ എവിടെ നിന്നാണ് ആ ഭീമാകാരനായ മൃഗം എൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുക എന്ന് പ്രവചിക്കാൻ കഴിയില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായും ഉണർന്നിരുന്നു. പെട്ടെന്ന് മുന്നിൽ നടന്ന കാവൽക്കാരൻ നിന്നു. അയാൾ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മുൻപിലേക്ക് ചൂണ്ടി. ആ കോടമഞ്ഞിനിടയിലൂടെ ഞാൻ കണ്ട ആ കാഴ്ച എൻ്റെ ശ്വാസം നിലപ്പിച്ചു. അവിടെ ഒരു വലിയ കാപ്പിലയം പൂർണ്ണമായും തകർക്കപ്പെട്ട് കിടക്കുന്നു. വലിയ മരത്തടികൾ ഒടിഞ്ഞു വീണ് മേൽക്കൂര ഒന്നാകെ നിലംപരിശായിരിക്കുന്നു. ഞാൻ വളരെ ശ്രദ്ധയോടെ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിനടുത്തേക്ക് നടന്നു. അവിടെ ചെളിമണ്ണിൽ പതിഞ്ഞു കിടക്കുന്ന ആ വലിയ കാൽപ്പാടുകൾ ഞാൻ കണ്ടു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കാൽപ്പാടുകളിലൊന്ന്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല. ആ വലിയ കാൽപ്പാടുകൾക്ക് തൊട്ടരികിലായി അതിനോട് ചേർന്ന് തന്നെ പോകുന്ന വലിപ്പം കുറഞ്ഞ മറ്റൊരു കാൽപ്പാട് കൂടി അവിടെ ഉണ്ടായിരുന്നു. മാനേജർ ശേഖരനോ തൊഴിലാളികളോ പറയാത്ത വലിയൊരു സത്യം ഞാൻ അവിടെ കണ്ടെത്തുകയായിരുന്നു. ആ മലമുകളിൽ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. ചെളിമണ്ണിൽ പതിഞ്ഞു കിടന്ന ആ 2 വ്യത്യസ്ത കാൽപ്പാടുകളിലേക്ക് നോക്കി ഞാൻ കുറച്ചുനേരം നിശ്ചലനായി നിന്നുപോയി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൻ്റെ പിടിയിൽ വിരലുകൾ ഒന്നുകൂടി മുറുകി. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് കാട്ടിൽ വെച്ച് അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠപുസ്തകം മൃഗങ്ങളുടെ കാൽപ്പാടുകളാണ്. അതൊരിക്കലും നുണ പറയില്ല. ഞാൻ പതുക്കെ താഴെ മുട്ടുകുത്തിയിരുന്ന് ആ ചെറിയ കാൽപ്പാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. എനിക്കൊപ്പം വന്ന ആ 2 എസ്റ്റേറ്റ് കാവൽക്കാർ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താണ് സാർ, അത് കുട്ടിയാനയുടെ പാടാണോ? അവരിൽ ഒരാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഞാൻ തലയുയർത്താതെ തന്നെ മറുപടി പറഞ്ഞു. അല്ല, ഇതൊരു കുട്ടിയാനയുടെ പാടല്ല. ഇത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വലിയ പിടിയാനയുടെ കാൽപ്പാടുകളാണ്. എന്നാൽ ആണാനയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ ചെറുതാണ് എന്ന് മാത്രം. എൻ്റെ വാക്കുകൾ കേട്ട് കാവൽക്കാർ പരസ്പരം നോക്കി. എസ്റ്റേറ്റ് മാനേജർ ശേഖരനും തൊഴിലാളികളും വിശ്വസിച്ചിരുന്നത് ഇതൊരു ഒറ്റയാന്റെ ആക്രമണമാണെന്നാണ്. കാരണം അവരുടെ മുന്നിലേക്ക് അലറിക്കൊണ്ട് പാഞ്ഞിരുത്തിരുന്നത് എപ്പോഴും ആ ഭീമാകാരനായ ഒറ്റക്കൊമ്പൻ മാത്രമായിരുന്നു. എന്നാൽ ഇരുളിലെ മറവിൽ അവൻ ആ വലിയ ശരീരത്തിന് പിന്നിലായി ഈ പിടിയാനയെ വളരെ സുരക്ഷിതമായി ഒളിപ്പിച്ചു നിർത്തുകയായിരുന്നു. എന്തിനായിരിക്കും അവൻ അങ്ങനെ ചെയ്യുന്നത്? സാധാരണഗതിയിൽ പെണ്ണാനകൾ കാട്ടിലെപ്പോഴും വലിയൊരു കൂട്ടമായാണ് സഞ്ചരിക്കാറുള്ളത്. അവയ്ക്ക് സംരക്ഷണം നൽകുന്നത് കൂട്ടത്തിലെ വലിയ പിടിയാനകൾ തന്നെയായിരിക്കും. എന്നാൽ ഇവിടെ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയ ഒരു പെണ്ണാനയെ ഈ വലിയ ഒറ്റക്കൊമ്പൻ സ്വന്തം ജീവൻ കൊടുത്ത് സംരക്ഷിക്കുകയാണ്. അവൻ എസ്റ്റേറ്റിലെ തൊഴിലാളികളെയും വീടുകളെയും ആക്രമിക്കുന്നത് അവരെ കൊല്ലാൻ വേണ്ടിയല്ല, മറിച്ച് തൻ്റെ ഒപ്പമുള്ള ആ പെണ്ണാനയ്ക്ക് ആരും ഒരു ശല്യവും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാടിൻ്റെ നിയമങ്ങൾ എപ്പോഴും വിചിത്രമാണ്. ആ മൃഗങ്ങൾക്കിടയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വലിയൊരു വൈകാരിക ബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് അപ്പോൾ തന്നെ തോന്നിത്തുടങ്ങി. ആ ഭ്രാന്തനായ ആനയെ കണ്ടാലുടൻ വെടിവെച്ച് കൊല്ലണമെന്ന ഗവൺമെൻറ് ഓർഡർ എൻ്റെ പോക്കറ്റിലുണ്ട്. എന്നാൽ ആ സത്യം ഞാൻ അറിഞ്ഞ നിമിഷം എൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ അവരെ കൊല്ലാനല്ല, മറിച്ച് ആ വലിയ രഹസ്യം എന്താണെന്ന് കണ്ടെത്താനാണ് കൂടുതൽ ആഗ്രഹിച്ചത്. ഞങ്ങൾ ആ തകർന്ന വീടിൻ്റെ പരിസരത്ത് നിന്നും പതുക്കെ കാൽപ്പാടുകൾ പിന്തുടർന്ന് നടക്കാൻ തുടങ്ങി. 3-ാം നമ്പർ ഡിവിഷനിലെ കുത്തനെയുള്ള മലഞ്ചെരുവിലേക്കാണ്
ആ പാടുകൾ പോയിരിക്കുന്നത്. യാത്ര വളരെ ദുഷ്കരമായിരുന്നു. ഇടവിട്ട് പെയ്യുന്ന മഴ കാരണം തറയിലെ ചെളിയിൽ കാൽ വഴുതുന്നുണ്ടായിരുന്നു. കാപ്പിത്തോട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അട്ടകൾ എൻ്റെ ബൂട്ടിന് മുകളിലൂടെ അരിച്ചുകയറി കാലുകളിൽ നിന്നും ചോര കുടിക്കാൻ തുടങ്ങി. എന്നാൽ അതൊന്നും വകവെക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. മലമുകളിലേക്ക് കയറും തോറും കോടമഞ്ഞ് കൂടുതൽ കനത്തു വന്നു. മുൻപിൽ 10 അടി ദൂരത്തിൽ നിൽക്കുന്ന കാവൽക്കാരനെ പോലും എനിക്ക് കാണാൻ കഴിയാത്തത്ര കനത്ത മഞ്ഞ്. കാടിൻ്റെ ഈ കാലാവസ്ഥ എനിക്ക് ഏറ്റവും അപകടകരമായിരുന്നു. കാരണം ഇലകളുടെ ഇടയിലൂടെ ഒരു വലിയ കകാട്ടാന ഞങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്താൽ അത് മുൻപിലെത്തുന്നതുവരെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച് കാഴ്ച മറയുക എന്നത് മരണത്തിന് കീഴടങ്ങുന്നതിന് തുല്യമാണ്. ഞാൻ വളരെ പതുക്കെ ഓരോ ചുവടും ശബ്ദമുണ്ടാക്കാതെ വെക്കാൻ കാവൽക്കാരോട് ആംഗ്യം കാണിച്ചു. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട വലിയ കയറ്റത്തിനൊടുവിൽ ഞങ്ങൾ മലയുടെ മുകൾ ഭാഗത്തെത്തിച്ചേർന്നു. ശേഖരൻ പറഞ്ഞ ആ നിഗൂഢമായ സ്ഥലം ഇതാണ്. വിശാലമായ കാപ്പിത്തോട്ടം അവിടെ അവസാനിക്കുകയും വലിയ കാട്ടുമരങ്ങളും അതിഭീമമായ കരിങ്കൽ പാറകളും നിറഞ്ഞ കാടിൻ്റെ അതിർത്തി അവിടെ തുടങ്ങുകയും ചെയ്യുന്നു. ആ പാറക്കെട്ടുകൾക്ക് ചുറ്റുമാണ് അവൻ കാവൽ നിൽക്കാറുള്ളത് എന്ന് ശേഖരൻ പറഞ്ഞിരുന്നു. പെട്ടെന്ന് ആ വലിയ മരങ്ങൾക്കിടയിൽ നിന്നും കാറ്റിലൂടെ വല്ലാത്തൊരു ഗന്ധം ഞങ്ങളിലേക്ക് ഒഴുകിയെത്തി. കാട്ടാനകളുടെ ശരീരത്തിൻ്റെ രൂക്ഷമായ ഗന്ധം. അവ അധികം ദൂരെയല്ല എന്ന് എനിക്ക് ഉറപ്പായി. എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലാകാൻ തുടങ്ങി. ഞാൻ കാവൽക്കാരോട് അവിടെയുള്ള വലിയൊരു പാറയുടെ പിന്നിലായി ഒളിച്ചിരിക്കാൻ നിർദ്ദേശം നൽകി. എൻ്റെ ഇരട്ടക്കുഴൽ തോക്കിൻ്റെ ബാരലിൽ ഈയ വെടിയുണ്ടകൾ ഭദ്രമായുണ്ടെന്ന് ഞാൻ ഒന്നുകൂടി ഉറപ്പുവരുത്തി. കാറ്റിൻ്റെ ദിശ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അതിനാൽ ഞങ്ങളുടെ ഗന്ധം അവരിലേക്ക് എത്തില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. ഞങ്ങൾ വലിയൊരു ശില പോലെ ആ പാറയ്ക്ക് പിന്നിൽ പതുങ്ങിയിരുന്നു. കനത്ത നിശബ്ദത. മടത്തുള്ളികൾ കാപ്പിലകളിൽ വീഴുന്ന നേർത്ത ശബ്ദം മാത്രം. പെട്ടെന്ന് ഞങ്ങളുടെ വലതുവശത്തുള്ള വലിയ മരങ്ങൾക്കിടയിൽ നിന്നും കൂറ്റൻ മരച്ചില്ലകൾ ഒടിയുന്ന ഭയാനകമായ ശബ്ദം കേട്ടു. അതോടൊപ്പം തന്നെ ഭൂമിക്കടിയിൽ നിന്നും വരുന്നത് പോലെയുള്ള വളരെ താഴ്ന്ന ഒരു കുറുകൽ ശബ്ദവും. ആനകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന ആ പ്രത്യേക ശബ്ദം അവിടെ മുഴങ്ങിയപ്പോൾ കാവൽക്കാർ ഭയം കാരണം കണ്ണുകൾ ഇറുക്കിയടച്ചു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ പതുക്കെ പാറയുടെ മറവിൽ നിന്നും തലയുയർത്തി നോക്കി. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ കോടമഞ്ഞിൻ്റെ വെള്ളപ്പുതപ്പിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു വലിയ കറുത്ത പർവ്വതം പോലെ അവൻ നടന്നു വരികയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒറ്റക്കൊമ്പന്മാരിലൊരാൾ. ആ കൊമ്പുകളിൽ തൊഴിലാളികളുടെ വീടുകൾ കുത്തിപ്പൊളിച്ചതിൻ്റെ മണ്ണും ചെളിയും പറ്റിപ്പിടിച്ചിരുന്നു. അവൻ്റെ വലിയ ചെവികൾ മുൻപോട്ട് വിടർത്തിപ്പിടിച്ചിരുന്നു. അതായത് അവൻ വളരെ ദേഷ്യത്തിലാണെന്ന് വ്യക്തം. എന്നാൽ എൻ്റെ ശ്രദ്ധ അവനിലായിരുന്നില്ല. അവന് തൊട്ടു പിന്നിലായി അവൻ്റെ വലിയ ശരീരത്തോട് പൂർണ്ണമായും ചേർന്നു നിന്നുകൊണ്ട് വളരെ പതുക്കെ നടന്നു വരുന്ന ആ പെണ്ണാണയിലായിരുന്നു എൻ്റെ കണ്ണുകൾ. ഞാൻ പ്രതീക്ഷിച്ചതിനും വളരെ പ്രായം ചെന്ന മെലിഞ്ഞ ഒരു പിടിനാണിയായിരുന്നു അത്. അവളുടെ നടപ്പിൽ വല്ലാത്തൊരു വിറയലുണ്ടായിരുന്നു. ആ വലിയ കൊമ്പൻ മുൻപിൽ നടക്കുന്നതനുസരിച്ച് അവനെ ഒരു വഴികാട്ടിയായി ഉപയോഗിച്ചാണ് അവൾ ഓരോ ചുവടും വെച്ചിരുന്നത്. ആ കാഴ്ച എനിക്ക് വല്ലാത്തൊരു വേദനയുണ്ടാക്കി. പെട്ടെന്ന് കാറ്റിൻ്റെ ഗതി മാറി. ഞങ്ങളുടെ വിയർപ്പിൻ്റെ ഗന്ധം കാറ്റിലൂടെ ആ ഭീമാകാരനായ കൊമ്പനിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു. അവൻ പെട്ടെന്ന് നടത്തം നിർത്തി. അവൻ്റെ തുമ്പിക്കൈ വായുവിലേക്ക് ഉയർന്നു. അവൻ ഞങ്ങളുടെ ഗന്ധം കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവളെ അപായപ്പെടുത്താൻ ശത്രുക്കൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് ആ നിമിഷം അവൻ മനസ്സിലാക്കി. ആ പാറക്കെട്ടുകളെ മുഴുവൻ നടുക്കിക്കൊണ്ട് കാതടപ്പിക്കുന്ന ഒരു വലിയ ചിഹ്നം വിളി ആ മലമുകളിൽ മുഴങ്ങി. ആ ശബ്ദത്തിൻ്റെ ആഘാതത്തിൽ എൻ്റെ കാതുകൾ അടഞ്ഞുപോയി. അവൻ തൻ്റെ വലിയ കൊമ്പുകൾ താഴ്ത്തി ഞങ്ങൾ ഒളിച്ചിരിക്കുന്ന ആ വലിയ പാറയ്ക്ക് നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ കുതിച്ചു പാഞ്ഞെടുത്തു. വെറും ഏതാനും മീറ്ററുകൾ മാത്രം ദൂരമുള്ള ആ മരണപ്പാച്ചിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്കവിടെ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ തോക്ക് ഞാൻ എൻ്റെ തോളിലേക്ക് ഉയർത്തി. ഭൂമിയെ നെടുകെ പിളർക്കുന്നത് പോലെയുള്ള ഒരു പാച്ചിലായിരുന്നു അത്. 8000 പൗണ്ടിലധികം ഭാരമുള്ള ആ കൊലക്കൊമ്പൻ ഞങ്ങൾ ഒളിച്ചിരിക്കുന്ന പാറക്കെട്ടിന് നേരെ പാഞ്ഞെടുക്കുന്ന ആ നിമിഷം എൻ്റെ ജീവൻ ഒരു നൂൽപ്പാറത്തിലാടുകയായിരുന്നു. കൂർത്ത വലിയ കൊമ്പുകൾ എനിക്ക് നേരെ നീണ്ടിരുന്നു. കോടമഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് അവൻ വരുന്ന വേഗത കണ്ട്
എനിക്കൊപ്പമുണ്ടായിരുന്ന 2 കാവൽക്കാരും മരണമുറപ്പിച്ച് തറയിലെ ചെളിയിലേക്ക് മുഖമമർത്തി കിടന്നു. എന്റെ തോക്കിന്റെ ബാരൽ കൃത്യമായി അവന്റെ നെറ്റിത്തറത്തിലേക്ക് ചൂണ്ടിയിരിക്കുകയാണ്. വിരലുകൾ കാഞ്ചിയിൽ അമർന്നു. ഒരു കൊലയാളി ആനയെ വെടിവെച്ച് വീഴ്ത്താൻ ഗവൺമെന്റ് നൽകിയ അധികാരം എന്റെ കയ്യിലുണ്ട്. ഈ ഒരൊറ്റ വെടിയുണ്ടയിൽ ഈ എസ്റ്റേറ്റിലെ വലിയൊരു പ്രശ്നം അവസാനിക്കും. എന്നാൽ എൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ്റെ മനസ്സ് എന്നോട് മറ്റെന്തോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ വലിയ ശരീരത്തിന് പിന്നിൽ അവൻ ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആ പെണ്ണാന. എന്തോ ഒരു വലിയ രഹസ്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ മൃഗത്തെ കൊന്നാൽ ഒരുപക്ഷെ ഞാൻ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അത് എന്ന് എൻ്റെ ഉള്ളു പറയുന്നുണ്ടായിരുന്നു. അവൻ ഞങ്ങളുടെ പാറക്കെട്ടിന് വെറും 10 അടി ദൂരത്തിലെത്തിയ ആ സെക്കൻഡിൽ ഞാൻ എൻ്റെ ജീവൻ വെച്ചുള്ള ആ വലിയ ചൂതാട്ടം നടത്തി. ലക്ഷ്യം വെച്ചിരുന്ന എൻ്റെ തോക്കിൻ്റെ കുഴൽ ഞാൻ പെട്ടെന്ന് ആകാശത്തേക്ക് ഉയർത്തി. തുടർന്ന് കാഞ്ചി അതിശക്തമായി വലിച്ചു. ആ മലനിരകളെ ആകെ വിറപ്പിച്ചുകൊണ്ട് വലിയൊരു വെടിയൊച്ച ആ കോടമഞ്ഞിൽ മുഴങ്ങി. വലിയ തീപ്പൊരി ആകാശത്തേക്ക് തെറിച്ചു. എന്നെ കൊല്ലാതെ വിടില്ല എന്ന വാശിയിൽ പാഞ്ഞുവന്ന ആ കൊമ്പൻ അപ്രതീക്ഷിതമായുണ്ടായ ആ വലിയ ശബ്ദത്തിൽ പകച്ചുപോയി. അവൻ മുൻകാലുകൾ നിലത്തുറപ്പിച്ച് അതിശക്തമായി ബ്രേക്ക് ചെയ്തു. ഉണങ്ങിയ ഇലകളും ചെളിയും വലിയൊരു തിരമാല പോലെ എൻ്റെ മുഖത്തേക്ക് തെറിച്ചു വീണു. അവൻ കോപത്തോടെ തലകുടഞ്ഞു. എന്നാൽ ആ നിമിഷം എൻ്റെ ശ്രദ്ധ അവനിൽ നിന്നും മാറി അവന് പിന്നിൽ നിന്നിരുന്ന ആ പെണ്ണാണിയിലേക്ക് പോയി. എൻ്റെ വെടിയൊച്ച ആ മലമുകളിലുണ്ടാക്കിയ മാറ്റുരി കേട്ട് ആ പാവമൃഗം വല്ലാതെ ഭയന്നു പോയിരുന്നു. അവൾ പരിഭ്രാന്തിയോടെ വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടാൻ ശ്രമിച്ചു. ആ ഓട്ടത്തിൽ അവർ ചെന്നിടിച്ചത് അവിടെയുണ്ടായിരുന്ന വലിയൊരു മരത്തടിയിലായിരുന്നു. ഒരു ആന ഒരിക്കലും പകൽ വെളിച്ചത്തിൽ വലിയൊരു മരത്തടി കാണാതെ ചെന്നിടിക്കില്ല. അവൾ വേദനയോടെ വീണ്ടും തിരിഞ്ഞപ്പോൾ ഞാൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയ വലിയൊരു കാഴ്ചയായിരുന്നു അത്. ആ പെണ്ണാനയുടെ 2 കണ്ണുകളും പൂർണ്ണമായും പാൽ നിറം ബാധിച്ച നിലയിലായിരുന്നു. തിമിരം വന്ന് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട തീർത്തും അന്ധയായ ഒരു പിടിയാന. അവൾക്ക് ചുറ്റുമുള്ള ലോകം പൂർണ്ണമായും അന്ധകാരമായിരുന്നു. ശബ്ദങ്ങളും ഗന്ധവും വെച്ച് മാത്രമാണ് അവൾ ആ കാട്ടിൽ ജീവൻ നിലനിർത്തിയിരുന്നത്. പെട്ടെന്ന് എന്നെ ആക്രമിക്കാൻ തയ്യാറായി നിന്ന ആ വലിയ കൊമ്പൻ തൻ്റെ പ്രിയപ്പെട്ടവളുടെ ആ കരച്ചിൽ കേട്ടു. തൻ്റെ ശത്രുവായ എന്നെ അവിടെ ഉപേക്ഷിച്ച് അവരൊരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾക്കരികിലേക്ക് ഓടിച്ചെല്ലുന്നതാണ് ഞാൻ കണ്ടത്. അവൻ തൻ്റെ വലിയ തുമ്പിക്കൈ കൊണ്ട് അവളുടെ മുഖത്തും ശരീരത്തും പതുക്കെ തഴുകി. ഭൂമിക്കടിയിൽ നിന്നും വരുന്നത് പോലെയുള്ള ആ കുറുകൽ ശബ്ദം കൊണ്ട് അവൻ അവളെ ആശ്വസിപ്പിച്ചു. ഞാൻ ഇവിടെയുണ്ട്, ആരും നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് അവൻ അവളോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി. എന്നിട്ട് എൻ്റെ തോക്കിൻ കുഴലിനും അവൾക്കുമിടയിലായി വലിയൊരു കരിങ്കൽ മതിൽ പോലെ അവൻ കാവൽ നിന്നു. എൻ്റെ ഹൃദയം വല്ലാതെ വിങ്ങിപ്പൊട്ടി. ഈ എസ്റ്റേറ്റിലെ പാവപ്പെട്ട തൊഴിലാളികൾ ഭ്രാന്തനായ കൊലകൊമ്പൻ എന്ന് വിളിച്ച ആ മൃഗം യഥാർത്ഥത്തിൽ ഒരു കൊലയാളിയായിരുന്നില്ല. കാഴ്ചശക്തി നഷ്ടപ്പെട്ട് കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ തൻ്റെ അമ്മയാനെയോ അല്ലെങ്കിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയോ ആയിരുന്നു അവൾ. കണ്ണു കാണാത്ത അവൾക്ക് കാട്ടിലെ കുത്തനെയുള്ള മലഞ്ചെരിവുകളിലൂടെയോ നദികളിലൂടെയോ തീറ്റ തേടി നടക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ അവളെ കാടിനോട് ചേർന്നുള്ള നടക്കാൻ എളുപ്പമുള്ള ഈ കാപ്പിത്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവൾക്ക് ചുറ്റും വലിയൊരു കാവൽക്കാരനായി അവൻ നിന്നു. തൊഴിലാളികൾ അവൾക്കരികിലേക്ക് വരുമ്പോൾ അവളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തത്. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. ഞാനിപ്പോൾ ആ കൊമ്പനെ വെടിവെച്ചു കൊന്നാൽ കണ്ണു കാണാത്ത ഈ പാവം പിടിയാന കാട്ടി പട്ടിണി കിടന്നോ അല്ലാതെയോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു വീഴും. ഒരൊറ്റ വെടിയുണ്ടയിൽ ഞാൻ എടുക്കുന്നത് 2 ജീവനുകളായിരിക്കും. എൻ്റെ കയ്യിലിരുന്ന ഇരട്ട കുഴൽ തോക്ക് വളരെ പതുക്കെ താഴേക്ക് താഴ്ന്നു. ഞാൻ തോക്കിലെ തിരകൾ ഊരിമാറ്റി. തറയിൽ കിടന്നിരുന്ന കാവൽക്കാർ പതുക്കെ തലയുയർത്തി നോക്കി. ആനകൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ വീണ്ടും പരിഭ്രാന്തരായി. സാർ, എന്തിനാ വെറുതെ ആകാശത്തേക്ക് വെടിവെച്ചത്? ആ കൊലയാളിയെ കൊല്ലൂ സാർ, അല്ലെങ്കിൽ അവൻ നമ്മളെ കൊല്ലും, അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ അവരെ നോക്കി വളരെ ശാന്തമായി പറഞ്ഞു, ഇല്ല, ഞാൻ അവനെ കൊല്ലില്ല. അതൊരു കൊലയാളിയല്ല. സ്നേഹം എന്താണെന്ന് നമ്മൾ മനുഷ്യരെ പഠിപ്പിക്കുന്ന വലിയൊരു കാവൽക്കാരനാണ്. നമ്മളിപ്പോൾ തിരികെ പോകുന്നു.
എൻ്റെ വാക്കുകൾ കേട്ട് കാവൽക്കാർക്കൊന്നും മനസ്സിലായില്ല. ഞാൻ തോക്ക് തോളിലിട്ട് ആ ആനകൾക്ക് നേരെ അവസാനമായി ഒന്നുകൂടി നോക്കി. അവൻ അപ്പോഴും അവളെ ചേർത്തുപിടിച്ച് എന്നെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പതുക്കെ ആ പാറക്കെട്ടുകൾക്ക് പിന്നിലൂടെ താഴേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ വലിയൊരു പ്രതിസന്ധി എനിക്ക് മുൻപിൽ നിൽപ്പുണ്ടായിരുന്നു. ഈ ആനയെ കൊല്ലാതെ വിട്ടാൽ ഗവൺമെൻറ് എന്നെ വെറുതെ വിടില്ല. എസ്റ്റേറ്റ് മാനേജർ ശേഖരനും തൊഴിലാളികളും എനിക്കെതിരെ തിരിയും. ആ ഭീമാകാരനായ കൊമ്പനെയും അന്ധയായ ആ മാതാവിനെയും ആർക്കും ഒരു പരിക്കുമേൽക്കാതെ എങ്ങനെ ഈ കാപ്പിത്തോട്ടത്തിൽ നിന്നും തിരികെ കാട്ടിലേക്ക് കയറ്റിവിടും? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി അവർ തുടങ്ങുകയായിരുന്നു. മലയിറങ്ങുമ്പോഴുള്ള ആ യാത്രയിൽ ഞങ്ങൾക്കിടയിൽ വലിയൊരു നിശബ്ദതയായിരുന്നു. കാവൽക്കാരുടെ മുഖത്ത് എന്നോടുള്ള ദേഷ്യവും സംശയവും എനിക്കും ഇനി വ്യക്തമായി കാണാമായിരുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ കൈവശമുണ്ടായിരുന്ന ഗവൺമെൻറ് അധികാരം ഉപയോഗിക്കാതെ ഒരു ഭ്രാന്തൻ കാട്ടാനയെ ജീവനോട് വിട്ടയച്ച എന്നെ അവരൊരു ഭീരുവിനെ പോലെയാണ് നോക്കിയത്. എന്നാൽ എൻ്റെ മനസ്സിൽ അപ്പോൾ ആ എസ്റ്റേറ്റ് തൊഴിലാളികളോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ ആയിരുന്നില്ല. പകരം കനത്ത മഞ്ഞിൽ തൻ്റെ അന്ധയായ അമ്മയെ നെഞ്ചോട് ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്ന ആ വലിയ കാവൽക്കാരൻ്റെ രൂപം മാത്രമായിരുന്നു. ഒരു വേട്ടക്കാരൻ എന്ന നിലയിൽ എൻ്റെ കരിയർ തന്നെ തകർക്കാൻ പോകുന്ന ഒരു വലിയ തീരുമാനത്തിലേക്കാണ് ഞാൻ നടന്നു പോകുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവിൽ തിരിച്ചെത്തി. അവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വെടിവെച്ച ആ വലിയ ശബ്ദം മലമുകളിൽ നിന്നും താഴേക്ക് കേട്ടിരുന്നു. ആ കൊലയാളി ആനയുടെ മരണമുറപ്പിച്ച് വലിയ ആശ്വാസത്തിൽ നിൽക്കുകയായിരുന്നു എസ്റ്റേറ്റ് മാനേജർ ശേഖരനും നൂറുകണക്കിന് തൊഴിലാളികളും. എന്നെ കണ്ടതും അവർ വലിയ ആവേശത്തോടെ ഓടി വന്നു. ആർദർ സാർ, വെടിയൊച്ച് ഞങ്ങൾ കേട്ടു. ആ കൊലയാളി വീണില്ലേ? ഇനി ഞങ്ങൾക്ക് സമാധാനമായി ജോലിക്ക് പോകാമല്ലോ. ശേഖരൻ വലിയ സന്തോഷത്തോടെ എൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തമായി പറഞ്ഞു, വെടിയൊച്ച നിങ്ങൾ കേട്ടത് സത്യമാണ് ശേഖരൻ. പക്ഷേ ആ വെടിയുണ്ട ഞാൻ ഉന്നം വെച്ചത് അവന് നേരെയല്ല, ആകാശത്തേക്കാണ്. ഞാൻ ആ ആനയെ കൊന്നിട്ടില്ല, ഇനി ഞാൻ അവനെ കൊല്ലുകയുമില്ല. ആ വാക്കുകൾ കേട്ടതും അവിടെയുണ്ടായിരുന്ന ജനക്കൂട്ടം വലിയൊരു ഞെട്ടലോടെ നിശ്ചലമായി. ശേഖരൻ്റെ മുഖത്തെ സന്തോഷം പെട്ടെന്ന് വലിയൊരു ദേഷ്യമായി മാറി. എന്താണ് സാർ നിങ്ങൾ ഈ പറയുന്നത്? ഗവൺമെൻറ് നിങ്ങളെ ഇവിടേക്ക് അയച്ചത് ഞങ്ങളെ രക്ഷിക്കാനാണ്. എന്നിട്ട് നിങ്ങൾ ആ ഭ്രാന്തനെ ജീവനോട് വിട്ടയച്ചെന്നോ? അവൻ ഞങ്ങളുടെ ആളുകളെ കൊന്നതാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് നശിപ്പിച്ചത്. നിങ്ങൾക്ക് അവനെ കൊല്ലാൻ ഭയമാണെങ്കിൽ അത് പറയുക, ശേഖരൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. തൊഴിലാളികൾക്കിടയിൽ വലിയൊരു പ്രതിഷേധം ഉയർന്നു തുടങ്ങി. ഞാൻ എൻ്റെ റൈഫിൾ വരാന്തയിലെ മേശപ്പുറത്ത് വെച്ച് അവരുടെ നേർക്ക് തിരിഞ്ഞു. അതൊരു ഭ്രാന്തൻ ആനയല്ല ശേഖരൻ, അവനൊരു കൊലയാളിയുമല്ല. നിങ്ങൾ ആരും അറിയാത്ത വലിയൊരു സത്യം ആ മലമുകളിലുണ്ട്. ഞാൻ അവിടെ വെച്ച് കണ്ട കാഴ്ചകൾ, കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട ആ അന്ധയായ പിടിയാനയെക്കുറിച്ചും അവൾക്ക് വഴികാട്ടിയായി കൂടെ നിൽക്കുന്ന ആ കൊമ്പനെക്കുറിച്ചും വളരെ വിശദമായി അവരോട് പറഞ്ഞു. കണ്ണു കാണാത്ത ആ പാവം ആനയ്ക്ക് കാട്ടിനുള്ളിൽ ഇരതേടാൻ കഴിയില്ല. അവിടെ വേറെ വന്യമൃഗങ്ങളുടെ ആക്രമണവും ഉണ്ടാകാം. അതുകൊണ്ടാണ് ആ കൊമ്പൻ അവളെയും കൂട്ടി താരതമ്യേന സുരക്ഷിതമായ ഈ കാപ്പിത്തോട്ടത്തിലേക്ക് വന്നത്. നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ നിങ്ങളെ ആക്രമിച്ചത് നിങ്ങളെ കൊല്ലാനല്ല, മറിച്ച് തൻ്റെ ഒപ്പമുള്ള ആ അന്ധയായ ആനയെ നിങ്ങൾ ഉപദ്രവിക്കുമോ എന്ന ഭയം കൊണ്ടാണ്. സ്വന്തം അമ്മയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു മകനെ, അല്ലെങ്കിൽ തൻ്റെ ജീവൻ്റെ പാതിയെ ചേർത്തു പിടിക്കുന്ന ഒരു കാവൽക്കാരനെ നിങ്ങൾ എന്തിനാണ് കൊലയാളി എന്ന് വിളിക്കുന്നത്? എൻ്റെ വാക്കുകൾ ആ ജനക്കൂട്ടത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. അതുവരെ ദേഷ്യത്തോട് നിന്നിരുന്ന പല തൊഴിലാളികളുടെയും മുഖത്ത് വല്ലാത്തൊരു സങ്കടം നെള്ളിക്കുന്നത് ഞാൻ കണ്ടു. അവർക്കും കുടുംബവും അമ്മമാരുമുണ്ട്. മൃഗങ്ങൾക്കും ഇത്ര വലിയ സ്നേഹവും ബന്ധങ്ങളും ഉണ്ടാകുമെന്ന് അവർ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. എന്നാൽ ശേഖരൻ അപ്പോഴും വഴങ്ങാൻ തയ്യാറായില്ല. നിങ്ങൾ പറയുന്ന ഈ വൈകാരികമായ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം സാർ. പക്ഷേ ആനയ്ക്ക് കണ്ണ് കാണില്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കണം. ഈ എസ്റ്റേറ്റ് പൂട്ടിയിട്ടാൽ ഈ പാവമൽ പട്ടിണിയാകും. നിങ്ങൾക്ക് വെടിവെക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വേറെ ആളെ കൊണ്ടുവരും, അയാൾ കടുപ്പിച്ചു പറഞ്ഞു. ഇല്ല, ഞാൻ അല്പം ശബ്ദമുയർത്തി. അവൻ്റെ നേർക്ക് വേറൊരു തോക്കും ഇവിടെ ഉയരില്ല. അതല്ല ഇവിടുത്തെ പ്രശ്നത്തിനുള്ള പരിഹാരം.
ആ ആണകളെ ഇവിടുന്ന് സുരക്ഷിതമായി മാറ്റണം. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. വെറും 48 മണിക്കൂർ, അതിനുള്ളിൽ അവർക്ക് യാതൊരു പരിക്കുമേൽപ്പിക്കാതെ ഈ എസ്റ്റേറ്റിൽ നിന്നും ഞാൻ അവരെ ഉൾക്കാട്ടിലേക്ക് മാറ്റാം. ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണ്? തൊഴിലാളികൾ പരസ്പരം നോക്കി. അവസാനം കൂട്ടത്തിൽ പ്രായമുള്ള ഒരു തൊഴിലാളി മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ് സാർ. കണ്ണു കാണാത്ത ആ മിണ്ടാപ്രാണിയെ കൊല്ലാതെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ സാറിൻ്റെ കൂടെ നിൽക്കാം. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എനിക്ക് വലിയൊരു ആശ്വാസം തോന്നി. ഞാൻ എൻ്റെ പദ്ധതി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. നമ്മൾ അവരെ വേട്ടയാടാൻ പോകുന്നില്ല, മറിച്ച് ശബ്ദവും വെളിച്ചവും ഉപയോഗിച്ച് അവരെ പതുക്കെ കാട്ടിനുള്ളിലേക്ക് തെളിച്ചു വിടുകയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതൊരു സാധാരണ ആനയെ തെളിക്കുന്നത് പോലെ എളുപ്പമായിരിക്കില്ല. കണ്ണു കാണാത്ത ആ പിടിയാനയ്ക്ക് വേഗത്തിൽ നടക്കാൻ കഴിയില്ല. അവൾക്ക് ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ വലിയ പരിഭ്രാന്തി ഉണ്ടാകും. അപ്പോൾ അവളോടൊപ്പമുള്ള ആ വലിയ കൊമ്പൻ ഭ്രാന്തനാകും. അവൻ പന്തങ്ങളുമായി നിൽക്കുന്ന തൊഴിലാളികൾക്ക് നേരെ തിരിഞ്ഞാൽ അത് വലിയൊരു കൂട്ടക്കുരുതിയിൽ കലാശിക്കും. അതുകൊണ്ട് ഈ പദ്ധതിയിൽ ഒരു വലിയ റിസ്ക് ഉണ്ടായിരുന്നു. തീപ്പന്തങ്ങളും ചെണ്ടയുമായി തൊഴിലാളികൾ ഒരു അർദ്ധവൃത്താകൃതിയിൽ മലയുടെ താഴെ നിന്നും ശബ്ദമുണ്ടാക്കി തുടങ്ങണം. എന്നാൽ അവർക്കും ആ കൊലയാളി കൊമ്പനുമിടയിലുള്ള ഒരു വലിയ മതിലായി. എൻ്റെ തോക്കുമായി ഞാൻ നിൽക്കും. ആന പാഞ്ഞെടുത്താൽ തൊഴിലാളികൾ ചിതറിയോടും. അങ്ങനെയൊന്നുണ്ടായാൽ ആനയെ ശാന്തനാക്കാൻ ഞാൻ സ്വന്തം ജീവൻ പണയം വെക്കേണ്ടി വരും. അന്ന് വൈകുന്നേരം എസ്റ്റേറ്റിൽ വലിയൊരു ഒരുക്കമായിരുന്നു. നൂറുകണക്കിന് തീപ്പന്തങ്ങൾ തയ്യാറാക്കി പഴയ ടിന്നുകളും ചെണ്ടകളും അവർ ശേഖരിച്ചു. സൂര്യൻ അസ്തമിച്ച് ആ പശ്ചിമഘട്ട മലനിരകളിൽ വീണ്ടും ഇരുട്ട് വീണു തുടങ്ങി. രാത്രിയുടെ കനത്ത കോടമഞ്ഞിലേക്ക് അന്ധയായ ആ മാതാവിനെയും അവരുടെ കാവൽക്കാരനെയും രക്ഷിക്കാനായുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകവും എന്നാൽ ഏറ്റവും പുണ്യവുമായ ആ വലിയ ദൗത്യത്തിനായി ഞങ്ങൾ കാപ്പിത്തോട്ടത്തിലേക്ക് കാൽവെച്ചു. പശ്ചിമഘട്ടത്തിലെ കാപ്പിത്തോട്ടങ്ങളിൽ രാത്രികൾക്ക് എപ്പോഴും വല്ലാത്തൊരു വന്യതയുണ്ട്. പകൽ സമയത്തെ കോടമഞ്ഞ് രാത്രിയാകുമ്പോഴേക്കും ഒരു കനത്ത ഇരുമ്പുമറ പോലെ ആ പ്രദേശത്തെ മൂടും. എസ്റ്റേറ്റിലെ വലിയ കാപ്പിലയത്തിന് മുൻപിൽ ഞാൻ പറഞ്ഞതുപ്രകാരം 100ഓളം തൊഴിലാളികൾ അണിനിരന്നു കഴിഞ്ഞിരുന്നു. എല്ലാവരുടെ കൈകളിലും വലിയ പന്തങ്ങളുണ്ട്. എന്നാൽ അവ കത്തിച്ചിട്ടില്ല. ചിലരുടെ കൈകളിൽ പഴയ ടിന്നുകളും മുളവടികളുമുണ്ട്. എസ്റ്റേറ്റ് മാനേജർ ശേഖരനും ഒരു വലിയ തോക്കുമായി എനിക്കരികിൽ നിൽപ്പുണ്ട്. അയാളുടെ മുഖത്തെ ഭയം ആ ഇരുട്ടിലും എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു. ശേഖരൻ, ഈ തോക്കിപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വെറുമൊരു ആത്മവിശ്വാസത്തിനു വേണ്ടി മാത്രമാണ്. എൻ്റെ നിർദ്ദേശമില്ലാതെ ഇതിൽ നിന്നും ഒരൊറ്റ വെടി പോലും ഉതിർക്കാൻ പാടില്ല. അത് ഈ എസ്റ്റേറ്റിനെ വലിയൊരു ശവപ്പറമ്പാക്കി മാറ്റും. ഞാൻ ശേഖരന് കർശനമായ താക്കീത് നൽകി. ഞാൻ തൊഴിലാളികൾക്ക് അവസാനവട്ട നിർദ്ദേശങ്ങൾ നൽകി. നമ്മൾ വളരെ ശബ്ദമുണ്ടാക്കാതെ ആ മലയുടെ പകുതി വരെ കയറുന്നു. ഞാൻ സിഗ്നൽ തരുന്ന ആ ഒരൊറ്റ നിമിഷം എല്ലാവരും ഒരുമിച്ച് പന്തങ്ങൾക്ക് തീ കൊളുത്തണം. ഒപ്പം നിങ്ങളുടെ കയ്യിലുള്ള പാത്രങ്ങളും ടിന്നുകളും കൊട്ടി പരമാവധി ശബ്ദമുണ്ടാക്കണം. ഓർക്കുക, ശബ്ദം കേട്ട് ആന നമ്മുടെ നേർക്ക് തിരിഞ്ഞാൽ ആരും പുറകോട്ടോടരുത്. നിങ്ങൾ ഓടിയാൽ അവൻ നിങ്ങളെ പിന്തുടർന്നു വന്ന് ചവിട്ടി അരയ്ക്കും. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ആ തീപ്പന്തങ്ങളുടെ വെളിച്ചം കണ്ട് അവൻ പതുക്കെ പുറകോട്ട് മാറി കാട്ടിലേക്ക് കയറിക്കൊള്ളും. അവനും നിങ്ങൾക്കുമിടയിൽ എൻ്റെ തോക്കുമായി ഞാനുണ്ടാകും. എൻ്റെ വാക്കുകൾ അവർക്ക് വലിയൊരു ധൈര്യം നൽകി. കനത്ത ഇരുട്ടിലൂടെ ഒരു വലിയ സൈന്യത്തെപ്പോലെ ഞങ്ങൾ ആ 3-ാം നമ്പർ ഡിവിഷനിലെ കുത്തനെയുള്ള മലഞ്ചെരുവിലേക്ക് നടക്കാൻ തുടങ്ങി. ആരുടെയും കയ്യിൽ വെളിച്ചമില്ല. എൻ്റെ കയ്യിലുള്ള ചെറിയൊരു ടോർച്ചിൻ്റെ വെളിച്ചം മാത്രമാണ് ഞങ്ങൾക്ക് വഴികാട്ടിയത്. കാപ്പിച്ചെടികൾക്കിടയിലൂടെയുള്ള ആ രാത്രിയാത്ര വളരെ ഭയാനകമായിരുന്നു. അട്ടകൾ എല്ലാവരുടെയും കാലുകളിൽ അരിച്ചു കയറുന്നുണ്ടായിരുന്നു. എങ്കിലും ആരും ഒരക്ഷരം മിണ്ടിയില്ല. ഏതാണ്ട് 3/4 മണിക്കൂർ നടന്നപ്പോൾ ഞങ്ങൾ മലയുടെ പകുതിക്ക് മുകളിൽ എത്തിച്ചേർന്നു. ഞാൻ പെട്ടെന്ന് ടോർച്ച് അണച്ച് എല്ലാവരോടും നിൽക്കാൻ ആംഗ്യം കാണിച്ചു. ചുറ്റും കനത്ത നിശബ്ദത. പെട്ടെന്ന് കാറ്റിലൂടെ വലിയ കാപ്പിച്ചെടികൾ ഒടിയുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. തൊട്ടുമുകളിലെ പാറക്കെട്ടുകൾക്കരിയിലായി അവർ നിൽപ്പുണ്ട്. ആ ശബ്ദത്തിൽ നിന്നും ഒരു കാര്യം എനിക്ക് വ്യക്തമായി. അന്ധയായ ആ പിടിയാന കാപ്പിലകൾ പറിച്ച് തിന്നാൻ ശ്രമിക്കുകയാണ്. അവൾക്ക് കാവലായി ആ കൊമ്പൻ തൊട്ടടുത്തു തന്നെയുണ്ട്. ഇതാണ് ശരിയായ സമയം. ഇരുട്ടിൽ ഞാൻ എൻ്റെ ഇരട്ടക്കുഴൽ തോക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു.
എന്നിട്ട് തൊഴിലാളികളോട് വിളിച്ചു പറഞ്ഞു, തീ കൊളുത്തുക. ആ ഒരൊറ്റ നിമിഷം ആ കാപ്പിത്തോട്ടം വലിയൊരു യുദ്ധക്കളമായി മാറി. നൂറുകണക്കിന് തീപ്പന്തങ്ങൾ ഒരേ സമയം ആ കനത്ത മഞ്ഞിൽ വലിയൊരു അഗ്നിജ്വാല പോലെ തിളങ്ങി. അതോടൊപ്പം ചെണ്ടകരുടെയും ടിന്നുകളുടെയും മനുഷ്യരുടെയും കാതടപ്പിക്കുന്ന ശബ്ദം ആ മലനിരകളെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു. അത്രയും നേരം കനത്ത നിശബ്ദതയിലായിരുന്ന ആ പ്രദേശം പെട്ടെന്ന് വെളിച്ചവും ശബ്ദവും കൊണ്ട് നിറഞ്ഞു. ആ വലിയ ശബ്ദം കേട്ടതും മുകളിൽ നിന്നിരുന്ന ആ അന്ധയായ പിടിയാന വലിയ പരിഭ്രാന്തിയോടെ ഉറക്കെ കരയാൻ തുടങ്ങി. കണ്ണു കാണാത്ത അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. പെട്ടെന്നുണ്ടായ ശബ്ദകോലാഹലങ്ങൾ അവളെ വലിയൊരു ഭയത്തിലേക്ക് തള്ളിവിട്ടു. അവൾ ചുറ്റും ഓടാനും മരങ്ങളിൽ ചെന്നിടിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് അതായിരുന്നില്ല. സ്വന്തം അമ്മ അല്ലെങ്കിൽ ഇണ ഭയന്ന് നിലവിളിക്കുന്നത് കണ്ട ആ കൊലകൊമ്പൻ കൊടിയ ദേഷ്യത്തോടെ ഞങ്ങളുടെ നേർക്ക് തിരിഞ്ഞു. ഞാൻ കണക്ക് കൂട്ടിയത് ആ വലിയ വെളിച്ചവും ശബ്ദവും കാണുമ്പോൾ അവൻ അവളെയും കൂട്ടി പിന്നിലുള്ള കാട്ടിലേക്ക് സുരക്ഷിതമായി മാറുമെന്നാണ്. എന്നാൽ മൃഗങ്ങളുടെ വൈകാരികത മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്താണ്. തൻ്റെ പ്രിയപ്പെട്ടവളെ ഭയപ്പെടുത്തുന്ന ആ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുക എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ആ ഭ്രാന്തനായ കൊമ്പൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവൻ തിരിഞ്ഞോടുന്നതിന് പകരം വലിയൊരു അലർച്ചയോടെ ആ തീപ്പന്തങ്ങൾക്കും ജനക്കൂട്ടത്തിനും നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ കുതിച്ചു പാഞ്ഞെടുത്തു. 8000 പൗണ്ട് ഭാരമുള്ള ഒരു വലിയ കരിങ്കൽ മല താഴേക്ക് ഉരുണ്ടുവരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അവൻ വരുന്ന വേഗത കണ്ട് തൊഴിലാളികൾ ഞാൻ പറഞ്ഞതൊക്കെ മറന്ന് അലറിക്കരഞ്ഞുകൊണ്ട് പുറകോട്ട് ചിതറിയോടാൻ തുടങ്ങി. തീപ്പന്തങ്ങൾ പലരും താഴെയിട്ടു. ജനക്കൂട്ടത്തിനിടയിൽ വലിയൊരു തിക്കും തിരക്കും വീഴ്ചയുമുണ്ടായി. ശേഖരൻ തോക്കുമായി പുറകോട്ടോടാൻ ശ്രമിച്ചു. ഓടിക്കൂ ആർതർ സാർ, അവൻ നമ്മളെ കൊല്ലും, അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ എനിക്ക് ഓടാൻ കഴിയുമായിരുന്നില്ല. ഞാൻ ഓടിയാൽ താഴെ വീണു കിടക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളെ അവൻ ചവിട്ടി അരയ്ക്കും. എൻ്റെ കാൽമുട്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവരെ രക്ഷിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ ഓടുന്ന ജനക്കൂട്ടത്തിന് മുൻപിലേക്ക് പാഞ്ഞെടുക്കുന്ന ആ ഭീമാകാരനായ കൊമ്പന് നേരെ എൻ്റെ തോക്കുമായി ഓടിച്ചെന്നു നിന്നു. അവൻ എൻ്റെ വെറും 20 അടി ദൂരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ ചുവന്ന കണ്ണുകൾ തീപ്പന്തങ്ങളുടെ വെളിച്ചത്തിൽ അതിഭയാനകമായി തിളങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് ചിന്തിക്കാൻ ഒരു സെക്കൻഡിൻ്റെ പകുതി സമയം പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ തോക്ക് അവൻ്റെ നെറ്റിക്ക് നേരെ കൃത്യമായി ലക്ഷ്യം വെച്ചു. കാഞ്ചിയിൽ എൻ്റെ വിരൽ അതിശക്തമായി അമർന്നു. എൻ്റെ വിരൽ തോക്കിൻ്റെ കാഞ്ചിയിൽ പൂർണ്ണമായും അമർന്നു കഴിഞ്ഞിരുന്നു. വെറും 10 അടി ദൂരത്തിൽ സാക്ഷാൽ മരണം അതിൻ്റെ വലിയ വായ തുറന്ന് എനിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. എൻ്റെ തോക്കിൽ നിന്നുള്ള ആ വലിയ ഈയ വെടിയുണ്ട അവൻ്റെ കട്ടിയുള്ള നെറ്റിത്തടം തുളച്ചു കയറാൻ ഇനി ഒരു സെക്കൻഡിൻ്റെ പകുതി സമയം മാത്രമേ വേണ്ടൂ. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങിരുന്നു. ആ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ആ വലിയ കാവൽക്കാരനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച ആ വലിയ നിമിഷം. എന്നാൽ കാടിൻ്റെ തീരുമാനങ്ങൾ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്കും എത്രയോ മുകളിലാണെന്ന് പ്രകൃതി ഒരിക്കൽ കൂടി എന്നെ പഠിപ്പിച്ചു. എൻ്റെ തോക്കിൽ നിന്നും വെടിയുണ്ട പുറത്തേക്ക് തെറിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആ ചെറിയ നിമിഷത്തിൽ മലമുകളിൽ നിന്നും ഹൃദയം തകർക്കുന്ന മറ്റൊരു വലിയ കരച്ചിൽ അവിടെ മുഴങ്ങി. ആ തീപ്പന്തങ്ങളുടെ വലിയ വെളിച്ചത്തിലും ശബ്ദത്തിലും പകച്ചുപോയ അന്ധയായ ആ പിടിയാന പരിഭ്രാന്തിയോടെ ഓടുന്നതിനിടയിൽ കാപ്പിലകൾക്കിടയിലുള്ള വലിയൊരു കിടങ്ങിലേക്ക് കാൽവഴുതി വീണ ശബ്ദമായിരുന്നു അത്. കണ്ണു കാണാത്ത ആ വലിയ മൃഗം കിടങ്ങിൽ വീണ് വേദന കൊണ്ട് അലറിക്കരയുന്ന ആ ശബ്ദം എൻ്റെ മുൻപിലേക്ക് പാഞ്ഞെടുക്കുകയായിരുന്ന ആ കൊലകൊമ്പൻ്റെ കാതുകളിൽ പതിച്ചു. അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ചയായിരുന്നു പിന്നീട് അവിടെ നടന്നത്. 8000 പൗണ്ട് ഭാരമുള്ള കൊടിയ കോപത്തോടെ പാഞ്ഞു വന്ന ആ വലിയ ശരീരം പെട്ടെന്ന് ഒരൊറ്റ നിമിഷത്തിൽ അതിൻ്റെ സർവ്വശക്തിയുമെടുത്ത് ബ്രേക്ക് ചെയ്തു. അവൻ്റെ വലിയ മുൻകാലുകൾ ചെളിമണ്ണിലേക്ക് അതിശക്തമായി ആഴ്ന്നിറങ്ങി. വലിയൊരു ഉരസലോടെ അവൻ എൻ്റെ തോക്കിൻ കുഴലിന് വെറും 3 അടി മുൻപിലായി വലിയ ശബ്ദത്തിൽ വന്നു നിന്നു. തറയിലെ ചെളിവെള്ളം വലിയൊരു തിരമാല പോലെ എൻ്റെ മുഖത്തേക്കും നെഞ്ചിലേക്കും തെറിച്ചു വീണു. ഞാൻ ശ്വാസമടക്കി പിടിച്ച് ആ വലിയ കൊമ്പുകൾക്കിടയിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നെ ചവിട്ടി അരയ്ക്കാൻ പാകത്തിൽ ഉയർന്നു നിന്ന ആ ഭീമാകാരൻ.
എന്നാൽ അവൻ്റെ കണ്ണുകളിലെ ആ കൊടിയ പക ആ നിമിഷം പൂർണ്ണമായും ഇല്ലാതായിരുന്നു. പകരം അവിടെ വലിയൊരു നിസ്സഹായതയാണ് ഞാൻ കണ്ടത്. എൻ്റെ തോക്കിനെ അവൻ ഭയന്നില്ല. മറിച്ച് കിടങ്ങിൽ വീണ് കിടക്കുന്ന തൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളുടെ വേദന നിറഞ്ഞ നിലവിളി മാത്രമായിരുന്നു അവൻ്റെ കാതുകളിൽ. അവൻ അവസാനമായി എൻ്റെ മുഖത്തേക്ക് നോക്കി വലിയൊരു ശ്വാസം പുറത്തേക്ക് വിട്ടു. എന്നിട്ട് എന്നെ അവിടെ ഉപേക്ഷിച്ച് തിരിഞ്ഞ് ആ കിടങ്ങ് ലക്ഷ്യമാക്കി മലമുകളിലേക്ക് അതിവേഗത്തിൽ ഓടിമറഞ്ഞു. എൻ്റെ കയ്യിലിരുന്ന ഭാരമുള്ള ആ തോക്ക് താഴേക്ക് താഴ്ന്നു. എൻ്റെ കാലുകൾക്ക് നിൽക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ വലിയൊരു മരത്തടിയിലേക്ക് ചാരി നിന്നു. ജീവനും മരണത്തിനുമിടയിലുള്ള ആ ചെറിയ നൂൽപ്പാലത്തിൽ നിന്നും ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. ചിതറിയോടിയ തൊഴിലാളികൾ പതുക്കെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അവരുടെ മുഖത്തെല്ലാം മരണഭയം തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. ശേഖരൻ ഓടിവന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ദൈവമേ, ആർത്തർ സാർ, അവൻ നിങ്ങളെ കൊന്നുവെന്നാണ് ഞാൻ കരുതിയത്. എന്താണ് സാർ അവിടെ സംഭവിച്ചത്? അവൻ എന്തിനാണ് പെട്ടെന്ന് തിരിഞ്ഞോടിയത്? ശേഖരൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ മലമുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ശേഖരൻ, ആ അന്ധയായ പിടിയാന എവിടെയോ കാൽത്തെറ്റി വീണിട്ടുണ്ട്. അവളുടെ കരച്ചിൽ കേട്ടാണ് അവൻ പോയത്. നമ്മൾ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഭയം കൊണ്ടോ വെളിച്ചം കൊണ്ടോ നമുക്ക് ആ കൊമ്പനെ തോൽപ്പിക്കാൻ കഴിയില്ല. അവൻ തൻ്റെ ജീവൻ കൊടുത്തും അവളെ സംരക്ഷിക്കും. അവളെ ഭയപ്പെടുത്തിയാൽ ഈ എസ്റ്റേറ്റ് അവൻ അക്ഷരാർത്ഥത്തിൽ ഒരു ശവപ്പറമ്പാക്കി മാറ്റും. അപ്പോഴേക്കും മലമുകളിൽ നിന്നും ആ കൊമ്പൻ പിടിയാനയെ കിടങ്ങിൽ നിന്നും പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ തുമ്പിക്കൈ കൊണ്ട് അവളെ താങ്ങി നിർത്താൻ ശ്രമിക്കുകയാണ്. ആ ഇരുട്ടിലും അവരുടെ ആ വൈകാരികമായ പോരാട്ടം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. തൊഴിലാളികൾ വലിയൊരു അത്ഭുതത്തോടെയാണ് ആ ശബ്ദങ്ങൾ കേട്ടുനിന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും സാർ? അവരെ എങ്ങനെ ഈ എസ്റ്റേറ്റിൽ നിന്ന് മാറ്റും? കൂട്ടത്തിൽ നിന്നൊരാൾ ചോദിച്ചു. ശബ്ദവും വെളിച്ചവും ഉപയോഗിച്ച് അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ നിലത്ത് കിടന്നൊരു തീപ്പന്തം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, ഇനി നമ്മൾ വേറൊരു വഴിയാണ് നോക്കാൻ പോകുന്നത്. ആ അന്ധയായ ആനയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൾക്ക് കണ്ണ് കാണില്ല, എന്നാൽ അവളുടെ ഗന്ധം പിടിക്കാനുള്ള കഴിവും കേൾവിശക്തിയും വളരെ കൂടുതലായിരിക്കും. അവളെ നമ്മൾ ഭയപ്പെടുത്താൻ പാടില്ല. പകരം അവൾക്ക് സുരക്ഷിതത്വം തോന്നിപ്പിച്ച് വളരെ ശാന്തമായി കാട്ടിലേക്ക് വഴിതെളിച്ചു കൊടുക്കണം. ശേഖരൻ സംശയത്തോടെ ചോദിച്ചു, അതെങ്ങനെ സാധിക്കും സാർ? ഒരു കാട്ടാനയെ നമ്മൾ എങ്ങനെ വഴിതെളിക്കും? അതിന് എനിക്കൊരു സാധനം വേണം ശേഖരൻ. ഈ എസ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ വിളയുന്ന സാധനം ചക്ക. നന്നായി പഴുത്ത 10 20 വലിയ ചക്കകൾ എനിക്ക് നാളെ രാവിലെയോടെ ഇവിടെ കിട്ടണം. അതുപോലെ തന്നെ വാഴപ്പിണ്ടിയും. നമ്മൾ അവരെ വേട്ടയാടാൻ പോകുന്നില്ല. പകരം അവർക്കൊരു വിരുന്ന് നൽകി കാട്ടിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. എൻ്റെ ആ പുതിയ പ്ലാൻ കേട്ട് ശേഖരനും തൊഴിലാളികളും പരസ്പരം നോക്കി. ഒരു വേട്ടക്കാരൻ തോക്കിന് പകരം ചക്കയും വാഴപ്പിണ്ടിയും ഉപയോഗിച്ച് ഭ്രാന്തനായ ഒരു കൊലകൊമ്പനെ മാറ്റാൻ പോകുന്നു. കാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു നീക്കം നടക്കാൻ പോകുന്നത്. അന്ന് രാത്രി ഞങ്ങൾ ആ മലഞ്ചെരുവിൽ നിന്നും പതുക്കെ താഴേക്ക് കാപ്പിലയങ്ങളിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ നടക്കാൻ പോകുന്ന ആ വലിയ ദൗത്യത്തിനായി എസ്റ്റേറ്റ് ഒന്നാകെ തയ്യാറെടുപ്പുകൾ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ എസ്റ്റേറ്റിൽ വലിയൊരു കോലാഹലമായിരുന്നു. മാനേജർ ശേഖരൻ്റെ നിർദ്ദേശപ്രകാരം തൊഴിലാളികൾ അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും കാട്ടിൽ നിന്നും പഴുത്ത ചക്കകളും വാഴപ്പിണ്ടികളും ശേഖരിച്ചു കൊണ്ടുവന്നു. എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിൽ ചക്കകളുടെ ഒരു വലിയ കൂന തന്നെ രൂപപ്പെട്ടു. അതിൻ്റെ മധുരമുള്ള ഗന്ധം കാറ്റിലൂടെ മലമുകളിലെ ആ ആനകളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് വേണ്ടത് ആ ഗന്ധം തന്നെയാണ്. ഞാൻ തൊഴിലാളികൾക്ക് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി. ഈ ദൗത്യത്തിൽ ആരും ശബ്ദമുണ്ടാക്കാൻ പാടില്ല. ആരും തീപ്പന്തങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വെറും വേട്ടക്കാരല്ല. നമ്മൾ അവരെ കാട്ടിലേക്ക് ക്ഷണിക്കുന്ന അതിഥികളാണ്. ഞാൻ ചക്കകൾ ഓരോന്നായി പിളർന്ന് അതിൻ്റെ ഉള്ളിലെ ചുളകൾ അടർത്തിയെടുത്തു. ആ മണം കാട്ടുമൃഗങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നതാണ്. ശേഖരൻ, നമ്മൾ ഈ ചക്കകളും വാഴപ്പിണ്ടിയും മലമുകളിലേക്ക് ഒരു പാത പോലെ വിതറണം. കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിലൂടെയല്ല, മറിച്ച് കാട്ടിലേക്ക് കയറുന്ന ചെറിയൊരു അരുവിക്കടുത്തുള്ള ഇടുങ്ങിയ വഴിയിലൂടെ. അവൾക്ക് ഗന്ധം പിടിക്കാൻ എളുപ്പമായിരിക്കും. അവൾ ആ ഗന്ധം പിന്തുടർന്ന് നടക്കുമ്പോൾ അവൻ സ്വാഭാവികമായും അവളെ അനുഗമിക്കും. നമ്മൾ ദൂരെ നിന്ന് നിരീക്ഷിക്കുക മാത്രം മതി. ഞാൻ പദ്ധതി വിശദീകരിച്ചു. എസ്റ്റേറ്റിലെ 10 തൊഴിലാളികൾ
വളരെ ശ്രദ്ധയോടെ ആ മധുരമുള്ള പാതയൊരുക്കാൻ മലമുകളിലേക്ക് പോയി. ഞാൻ എൻ്റെ റൈഫിളുമായി മലയുടെ മറ്റൊരു ഭാഗത്ത് ഒരു ഉയരമുള്ള മരത്തിൽ ഏറുമാടം കെട്ടി കാത്തിരുന്നു. സമയം ഉച്ച കഴിഞ്ഞു. വെയിൽ പതിയെ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. മലമുകളിൽ നിന്നും യാതൊരു അനക്കവുമില്ല. ആ ആനകൾ എവിടെയാണ്? ആ വലിയ കൊമ്പൻ എന്നെ കണ്ട ഭയം കൊണ്ട് കാട്ടിലേക്ക് തിരികെ പോയോ? അതോ എൻ്റെ പദ്ധതിയിൽ പാളിച്ചകളുണ്ടായോ? ഏകദേശം 5 മണിയായപ്പോൾ കാറ്റിലൂടെ വല്ലാത്തൊരു ശബ്ദം എൻ്റെ കാതുകളിൽ പതിച്ചു. അത് കാപ്പിത്തോട്ടത്തിലെ മരങ്ങൾ ഒടിയുന്ന ശബ്ദമല്ലായിരുന്നു, മറിച്ച് വളരെ ശാന്തമായ താളാത്മകമായ ചുവടുവെപ്പുകൾ. ഞാൻ എൻ്റെ ബൈനോക്കുലർ എടുത്ത് ആ ഭാഗത്തേക്ക് നോക്കി. അവിടെ കാപ്പിത്തോട്ടത്തിൻ്റെ അറ്റത്ത് അന്ധയായ ആ പിടിയാന വളരെ മെല്ലെ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് തറയിൽ തൊട്ടറിഞ്ഞ് നടക്കുന്നു. അവളുടെ ഗന്ധം പിടിക്കാനുള്ള കഴിവ് അത്ഭുതകരമായിരുന്നു. അവൾക്ക് കൃത്യമായി നമ്മൾ ഇട്ടുകൊടുത്ത ആ മധുരമുള്ള പാത കണ്ടെത്താൻ കഴിഞ്ഞു. അവൾ ഓരോ ചക്കച്ചുളയും മണത്തുപിടിച്ച് തിന്നാൻ തുടങ്ങി. അവൾക്ക് പിന്നിലായി വലിയൊരു നിഴൽ പോലെ ആ കൊമ്പനും നടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. അവൻ ഒട്ടും ദേഷ്യത്തിലല്ല. അവൻ തൻ്റെ പിടിയാനയ്ക്ക് സുരക്ഷിതമായി നടക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവൾക്ക് മുന്നിലെ ചെറിയ മരച്ചില്ലകൾ അവൻ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് നീക്കി മാറ്റുന്നു. അവർ തമ്മിലുള്ള ആ വലിയ ആത്മബന്ധം എൻ്റെ കണ്ണുകളെ ഈറ നനയിച്ചു. ഇതാണ് പ്രകൃതിയുടെ യഥാർത്ഥ സൗന്ദര്യം. എന്നാൽ പ്രശ്നം അവിടെയാണ് തുടങ്ങിയത്. ആ ചക്കയുടെ ഗന്ധം പിന്തുടർന്നവരെത്തിയത് ആ വലിയ കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ അവർ പെട്ടെന്ന് നിന്നു. പെട്ടെന്ന് ആ പെണ്ണാന വലിയൊരു ശബ്ദത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അവൾ വല്ലാതെ ഭയപ്പെട്ടു. കാരണം ആ വഴിയിൽ അപ്രതീക്ഷിതമായി തടസ്സങ്ങളുണ്ടായിരുന്നു. മഴ കഴിഞ്ഞ് മണ്ണൊലിച്ചു പോയ ഒരു വലിയ കുഴി അവിടെ രൂപപ്പെട്ടിരുന്നു. അവൾക്ക് അത് മറികടക്കാൻ കഴിയില്ല. അവൾ വീണ്ടും നിലവിളിച്ചു. ആ കൊമ്പൻ പരിഭ്രാന്തനായി. അവൻ അവളെ ആ കുഴിയിൽ നിന്നും കയറ്റാൻ തൻ്റെ കൊമ്പുകൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ മണ്ണ് ഉറപ്പില്ലാത്തതുകൊണ്ട് അത് കൂടുതൽ താഴേക്ക് ഇടിഞ്ഞുപോയി. പിടിയാനക്കിടങ്ങിൽ കിടന്ന് കരയാൻ തുടങ്ങി. അവൻ്റെ സഹനശക്തി പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങൾ. അവൻ എന്തു ചെയ്യും? അവൻ വീണ്ടും ഭ്രാന്തനാകുമോ? എൻ്റെ ഏറുമാടത്തിലിരുന്നു കൊണ്ട് ഞാൻ ശ്വാസം അടക്കി പിടിച്ചു നോക്കി. അവൻ പെട്ടെന്ന് നിന്നു. എന്നിട്ട് അവൻ തൻ്റെ വലിയ ശരീരം ആ കുഴിയിലേക്ക് ഇറക്കി. അവൾക്ക് കാല് വെച്ച് കയറാൻ പാകത്തിൽ അവൻ തൻ്റെ വലിയ മുൻകാലുകൾ ആ കുഴിയുടെ നടുവിലേക്ക് വെച്ചു. ഒരു മനുഷ്യൻ തൻ്റെ കുഞ്ഞിനെ ചുമരിൽ വെക്കുന്നത് പോലെ ആ വലിയ കൊമ്പൻ തൻ്റെ ശരീരത്തെ ഒരു പാലമായി മാറ്റി. ആ അന്ധയായ പിടിയാന അവൻ്റെ ശരീരത്തിൽ ചവിട്ടി വളരെ പതുക്കെ ആ കുഴിയിൽ നിന്നും മുകളിലേക്ക് കയറി. ആ കാഴ്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു. മൃഗങ്ങൾക്ക് ഇത്രയും വലിയ ബുദ്ധിയും സ്നേഹവുമുണ്ടോ? അവൻ അവിടെ സുരക്ഷിതയാക്കിയ ശേഷം അവർക്കൊപ്പം നടക്കാൻ തുടങ്ങി. ഞാൻ റേഡിയോയിലൂടെ താഴെ കാത്തുനിന്ന തൊഴിലാളികൾക്ക് സിഗ്നൽ നൽകി. അവർ നമ്മുടെ വലയിലായിരിക്കുന്നു. വളരെ ശാന്തമായി ശബ്ദമുണ്ടാക്കാതെ അവരെ കാട്ടിലെ അരുവിയിലേക്ക് വഴിതെളിക്കുക. അരുവികളുടെ കരയിലേക്കാണ് ആനകൾ എത്തിച്ചേർന്നത്. പശ്ചിമഘട്ടത്തിലെ കനത്ത മഴയിൽ ആ ചെറിയ അരുവി ഇപ്പോൾ വലിയൊരു നദി പോലെ കരകവിഞ്ഞ് ഒഴുകുകയായിരുന്നു. കലങ്ങിമറിഞ്ഞ വെള്ളം വലിയ ശബ്ദത്തോടെ പാറക്കെട്ടുകളിൽ തട്ടി ചിതറുന്നുണ്ടായിരുന്നു. അന്ധയായ ആ പിടിയാന വെള്ളത്തിൻ്റെ ആ ശബ്ദം കേട്ടതും വല്ലാതെ പരിഭ്രമിച്ചു. അവൾ വെള്ളത്തിലിറങ്ങാൻ കകൂട്ടാക്കാതെ അവിടെ നിന്നു. അവൾക്ക് ചുറ്റും വെളിച്ചമില്ലെങ്കിലും ആ വെള്ളത്തിൻ്റെ ഇരമ്പിരമ്പൽ അവളിൽ വലിയൊരു ഭീതി ജനിപ്പിച്ചു. ആ വലിയ കൊമ്പൻ അവൾക്കരികിൽ നിന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൻ തുമ്പിക്കൈ കൊണ്ട് വെള്ളത്തിൻ്റെ ആഴം പരിശോധിച്ചു. പക്ഷേ ദിവസങ്ങളായി പെയ്യുന്ന മഴ കാരണം അരുവിയുടെ ആഴം കൂടിയിരുന്നു. അപ്പുറത്തെ കരയിലേക്ക് കടക്കാൻ ഒരു ആനയ്ക്ക് പോലും വലിയ റിസ്ക്കുള്ള ആ ഒഴുക്ക്. പിടിയാന കാലുകൾ വെള്ളത്തിൽ വെക്കാൻ മടിച്ചു. അവനുടെ ഭയം ആ വലിയ കൊമ്പൻ്റെ മനസ്സിൽ വീണ്ടും ദേഷ്യത്തിൻ്റെ കനലുകൾ കോരിയിട്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, പലതവണ അലറി. അവൻ്റെ നിയന്ത്രണം വിട്ടുപോവുകയാണോ എന്ന് ഞാൻ ഭയന്നു. ഈ ഒഴുക്കിൽ അവൾ അകപ്പെട്ടാൽ എത്ര വലിയ കൊമ്പനായാലും അവളെ രക്ഷിക്കാൻ കഴിയില്ല. ഏറുമാടത്തിലിരുന്നു കൊണ്ട് ഞാൻ റേഡിയോയിലൂടെ മാനേജർ ശേഖരനെ വിളിച്ചു. ശേഖരൻ, നമ്മൾ കരുതിയതിലും വലിയ തടസ്സമാണ് മുൻപിലുള്ളത്. അരുവി കരകവിഞ്ഞൊഴുകുകയാണ്. അവരെ ഭയപ്പെടുത്തി ഒട്ടും മുന്നോട്ട് നീക്കാൻ കഴിയില്ല. നമ്മളിനി വേറൊരു മാർഗം നോക്കണം.
എന്ത് മാർഗമാണ് സാർ? നമ്മൾ ആകെ കുടുങ്ങിയിരിക്കുകയാണ്. ഇരുട്ട് വീണു തുടങ്ങി. ഇനി അവിടെ നിന്നാൽ ആനകൾ വീണ്ടും എസ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. അത് വലിയ അപകടമാണ്. ശേഖരൻ വല്ലാതെ പരിഭ്രമിച്ചു. ഞാൻ ചുറ്റും നോക്കി. കാടിൻ്റെ മറ്റൊരു ഭാഗത്ത് ചെറിയൊരു ചരിവുണ്ട്. അവിടെ ആഴം കുറവാണ്. പക്ഷെ അപ്പുറത്തെ കരയിലേക്ക് കയറാൻ വളരെ കുത്തനെയുള്ള ഒരു പാറക്കെട്ടുണ്ട്. അന്ധയായ അവൾക്ക് ആ പാറക്കെട്ട് കയറാൻ കഴിയില്ല. എനിക്ക് ആ വലിയ ആനകളെ രക്ഷിക്കാൻ ഒരൊറ്റ വഴിയേയുള്ളൂ. ഞാൻ പതുക്കെ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. ശേഖരനെയും ഏതാനും തൊഴിലാളികളെയും മാറ്റി നിർത്തി ഞാൻ പതുക്കെ വെള്ളത്തിലേക്കിറങ്ങി. കയ്യിൽ നല്ലൊരു വലിയ ടോർച്ചും തോക്കും മാത്രമുണ്ട്. ഞാൻ ആ വലിയ കൊമ്പൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചു. അവനെ ഭയപ്പെടുത്താനല്ല, മറിച്ച് എൻ്റെ ശബ്ദത്തിലൂടെ അവനെ മറ്റൊരു വഴിയിലേക്ക് നയിക്കാൻ. ഞാൻ മരത്തടികളിൽ തട്ടി ശബ്ദമുണ്ടാക്കി. ആനകൾ പെട്ടെന്ന് നിന്നു. ആ വലിയ കൊമ്പൻ ചെവികൾ വിടർത്തി എൻ്റെ ശബ്ദം കേൾക്കാൻ ശ്രമിച്ചു. ഞാൻ പതുക്കെ അവന് നേരെ ടോർച്ച് തെളിച്ച് ആകാശത്തേക്കടിച്ചു. ഒപ്പം പതുക്കെ നടന്നു. എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. ആ വലിയ കൊമ്പൻ എന്നെ കണ്ടു. അവൻ ദേഷ്യത്തേക്കാൾ ഉപരിയായി ഒരു ജിജ്ഞാസയോടെ എന്നെ നോക്കി. അവൻ പെണ്ണാനയെ തൻ്റെ വശത്തു ചേർത്തു പിടിച്ചു. ഞാൻ സാവധാനം അവർക്ക് നടക്കാൻ എളുപ്പമുള്ള താഴ്ന്ന നിലനിരപ്പുള്ള ഭാഗത്തേക്ക് നടന്നു. അവർ പതുക്കെ എന്നെ അനുഗമിക്കാൻ തുടങ്ങി. അരുവിക്ക് കുറുകെ പണ്ടെപ്പോഴോ വീണുകിടക്കുന്ന വലിയൊരു തേക്ക് മരം അവിടെ ഉണ്ടായിരുന്നു. അതൊരു പ്രകൃതിദത്തമായ പാലം പോലെ കിടക്കുകയായിരുന്നു. എൻ്റെ ഹൃദയം വലിയൊരു താളത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ആ തേക്കുമരത്തിലൂടെ ആ പിടിയാന നടന്നു കയറുമോ? അന്ധയായ അവൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ടാൽ അരുവിയിലേക്ക് വീഴും. ആ വലിയ കൊമ്പൻ അവളോട് ചേർന്ന് നിന്ന് അവൾക്ക് സപ്പോർട്ട് നൽകി. അവൻ മരത്തിൻ്റെ ഒരു വശത്ത് ശരീരം ചേർത്ത് നിർത്തി. അവൾക്ക് വീഴാതെ നടക്കാൻ ഒരു വലിയ കൈവരി പോലെ പ്രവർത്തിച്ചു. ആ കാഴ്ച വാക്കുകൾക്ക് അതീതമായിരുന്നു. ഒരു കാട്ടുമൃഗം മറ്റൊരു ജീവിയുടെ ജീവൻ രക്ഷിക്കാൻ ഇത്രയധികം കരുതൽ കാണിക്കുന്നത് ഞാൻ ആദ്യമായി കാണുകയായിരുന്നു. അവർ വളരെ പതുക്കെ ആ തേക്ക് മരത്തിലൂടെ അക്കരെ കടന്നു. അക്കരെ കാടിൻ്റെ വലിയൊരു കവാടം തന്നെ ഉണ്ടായിരുന്നു. അവർ കാടിനുള്ളിലേക്ക് കയറി. അവർ സുരക്ഷിതരാണ്. എനിക്ക് വലിയൊരു ആശ്വാസം തോന്നി. ഞാൻ പതുക്കെ അരുവിക്കപ്പുറം നിന്ന് നോക്കി നിന്നു. അവർ കാടിൻ്റെ ആ വലിയ ഇരുട്ടിലേക്ക് പതിയെ മറയുകയായിരുന്നു. ആ വലിയ കൊമ്പൻ അവസാനം എന്നെ ഒന്ന് നോക്കി. അതൊരു ദേഷ്യമായിരുന്നില്ല, മറിച്ച് ഒരു നന്ദിയായിരുന്നു എന്നെനിക്ക് തോന്നി. എന്നാൽ ആ നിമിഷം കാടിൻ്റെ ആഴങ്ങളിൽ നിന്നും മറ്റൊരു ഭയാനകമായ ശബ്ദം മുഴങ്ങി. ആ ശബ്ദം കേട്ടതും ആ കൊമ്പൻ വല്ലാതെ ഞെട്ടിപ്പോയി. അതൊരു സാധാരണ ശബ്ദമായിരുന്നില്ല. ആ കാടിൻ്റെ യഥാർത്ഥ രാജാവായ മറ്റൊരു കൊലയാളി ആനയുടെ മുന്നറിയിപ്പായിരുന്നു അത്. അവർ കടന്നു കയറിയത് വേറൊരു ആനയുടെ അതിർത്തിയിലായിരുന്നു. പെട്ടെന്ന് മുന്നിൽ നിന്നും വലിയൊരു ചീറ്റൽ ശബ്ദത്തോടെ മറ്റൊരു ആന പാഞ്ഞെടുത്തു. നമ്മുടെ കൊമ്പൻ്റെ ആ വലിയ പോരാട്ടം വീണ്ടും തുടങ്ങുകയാണോ? ആ അരുവിക്കപ്പുറമുള്ള വനപ്രദേശം നമ്മുടെ കൊമ്പൻ്റെ താവളമായിരുന്നില്ല. ആ കാടിൻ്റെ രാജാവെന്ന് അവകാശപ്പെടുന്ന മറ്റൊരു വമ്പൻ ഒറ്റക്കൊമ്പൻ അവിടം ഭരിച്ചിരുന്നു. അപ്രതീക്ഷിതമായി തങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്നുകയറിയ അപരിചിതരായ അതിഥികളെ കണ്ടതും കാടിൻ്റെ നിയമമനുസരിച്ച് ആ രാജാവ് അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു. അതൊരു സാധാരണ പോരാട്ടമായിരുന്നില്ല. ആകാശത്തെ കീറിമുറിക്കുന്നത് പോലെ ഒരു വലിയ അലർച്ച. എൻ്റെ ഏറുമാടത്തിൽ നിന്നും ബൈനോക്കുലർ വഴി ഞാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. നമ്മുടെ കൊമ്പൻ തൻ്റെ പ്രിയപ്പെട്ടവളെ സുരക്ഷിതയാക്കാൻ വേണ്ടി തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ ശത്രുവിനെ നേരിടാൻ തയ്യാറായി. എന്നാൽ ആ വലിയ പോരാട്ടത്തിൽ എനിക്ക് ഏറ്റവും ഭയം തോന്നിയത് അന്ധയായ ആ പിടിയാനയെക്കുറിച്ചായിരുന്നു. രാജാവായ ആനയുടെ ശക്തിക്ക് മുൻപിൽ നമ്മുടെ കൊമ്പന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? രണ്ട് വലിയ ആനകൾ തമ്മിലുള്ള പോരാട്ടം ഭൂമിയെ വിറപ്പിക്കുന്നൊരു സംഭവമാണ്. തുമ്പിക്കൈകൾ കൊണ്ട് അവർ പരസ്പരം പിണഞ്ഞു. കൊമ്പുകൾ തമ്മിൽ ഉരസിയപ്പോഴുണ്ടായ വലിയ ശബ്ദം ആ കാടുകളിൽ അലയടിച്ചു. അന്ധയായ ആ പിടിയാന ഭയം കൊണ്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ പോരാട്ടത്തിനിടയിൽപ്പെട്ട് അവൾക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കൊമ്പൻ അവിടെ ഒരു മരപ്പൊത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റി. എന്നിട്ട് അവൻ തനിച്ച് ആ വലിയ ശത്രുവിനെ നേരിട്ടു. ആ ശത്രു ആനയ്ക്ക് നല്ല കരുത്തുണ്ടായിരുന്നു. അവൻ നമ്മുടെ കൊമ്പനേക്കാൾ പ്രായം കുറഞ്ഞവനും കൂടുതൽ വേഗതയുള്ളവനുമായിരുന്നു. അവൻ ആഞ്ഞുകുത്തിയപ്പോൾ നമ്മുടെ കൊമ്പൻ്റെ തോളിൽ വലിയൊരു മുറിവുണ്ടായി. രക്തം വാർന്നു തുടങ്ങി. എനിക്കത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു വേട്ടക്കാരനായിട്ടല്ല, മറിച്ച് ആ വലിയ ജീവിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ റൈഫിളുമായി മരത്തിൽ നിന്നും താഴേക്കിറങ്ങി.
പക്ഷേ പോരാട്ടം നടക്കുന്ന ആ കനത്ത ഇരുട്ടിലേക്ക് എനിക്ക് എങ്ങനെ പോകാൻ കഴിയും? പെട്ടെന്ന് ആ വലിയ പോരാട്ടത്തിനിടയിൽ ആ രാജാവായ ആന നമ്മുടെ കൊമ്പൻ്റെ ശരീരത്തെ പിളർത്തിക്കൊണ്ട് തൻ്റെ കൊമ്പ് ഉള്ളിലേക്ക് ആഴ്ത്തിയിറക്കാൻ ശ്രമിച്ചു. നമ്മുടെ കൊമ്പൻ വേദന കൊണ്ട് പിടഞ്ഞു. എന്നാൽ അപ്രതീക്ഷിതമായി ആ പിടിയാന മരപ്പൊത്തിൽ നിന്നും പുറത്തേക്ക് ചാടി വന്നു. അവൾക്ക് കണ്ണ് കാണില്ലെങ്കിലും തൻ്റെ ഇണ വലിയ വേദനയിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ യാതൊരു ഭയവുമില്ലാതെ ആ ശത്രുവാനയുടെ കാലുകൾക്കിടയിലേക്ക് തലകുത്തിയോടി. അന്ധയായ ഒരു പിടിയാന അത്രയും ധീരതയോടെ ശത്രുവിനെ നേരിടുന്നത് ആദ്യമായിട്ടായിരുന്നു. ആ പെണ്ണാനയുടെ അപ്രതീക്ഷിത ആക്രമണം ശത്രുവായ ആനയെ ഒന്ന് പകച്ചുപോയി. അവനൊന്ന് പുറകോട്ട് മാറി. ആ ഒരു നിമിഷം നമ്മുടെ കൊമ്പന് കിട്ടിയ വലിയൊരു അവസരമായിരുന്നു. അവൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ ശത്രുവാനയെ പുറകോട്ട് തള്ളിയിട്ടു. വലിയൊരു ശബ്ദത്തോടെ ആ ശത്രുവാന പിന്നിലെ ചതുപ്പിലേക്ക് വീണു. എന്നാൽ അപ്പോഴേക്കും ആ വലിയ ആഘാതത്തിൽ നമ്മുടെ കൊമ്പൻ തളർന്നു വീണിരുന്നു. അവന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ ശത്രുവാന ചതുപ്പിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വീണ്ടും ആക്രമിക്കാൻ വരും. എനിക്കിനിയും നോക്കി നിൽക്കാൻ കഴിയില്ല. ഞാൻ ആയുധങ്ങളുമായി ആ പോരാട്ട ഭൂമിയിലേക്ക് ഓടി. പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോൾ ആ ശത്രുവാന വീണ്ടും അലറിക്കൊണ്ട് എഴുന്നേൽക്കുകയായിരുന്നു. അവൻ വീണ്ടും നമ്മുടെ കൊമ്പനെ ആക്രമിക്കാൻ തയ്യാറെടുത്തു. ഇനി തോക്കുകൊണ്ട് വെടിവെച്ചാൽ വലിയ ശബ്ദമുണ്ടാകും. അത് പോരാട്ടത്തെ കൂടുതൽ വഷളാക്കും. എനിക്ക് വേറൊരു വഴി കണ്ടെത്തണം. ഞാൻ എൻ്റെ തോക്കിലെ വെടിയുണ്ടകൾ മാറ്റി പകരം പടക്കങ്ങൾ നിറച്ചു. ആ ശത്രുവാന അവനെ ആക്രമിക്കാൻ ഓടുമ്പോൾ ഞാൻ ആ ശത്രുവാനയുടെ കാലുകൾക്ക് തൊട്ടടുത്ത് ആ പടക്കങ്ങൾ പൊട്ടിച്ചു. വലിയൊരു ശബ്ദവും തീയുമുണ്ടായപ്പോൾ ഒന്നും മനസ്സിലാകാതെ ആ കാട്ടുരാജാവ് ഭയന്ന് കാടിൻ്റെ ഇരുട്ടിലേക്ക് ഓടിപ്പോയി. ഞാൻ പതുക്കെ നമ്മുടെ കൊമ്പൻ്റെ അരികിലേക്ക് നടന്നു. രക്തം വാർന്ന് അവൻ കിടക്കുകയാണ്. അന്ധയായ ആ പിടിയാന തുമ്പിക്കൈകൊണ്ട് അവൻ്റെ മുഖത്ത് തഴുകുന്നുണ്ട്. അവൻ കരയുകയാണ്. എനിക്കറിയാം, അവനെ രക്ഷിക്കാൻ എനിക്ക് വലിയൊരു വൈദ്യസഹായം ആവശ്യമാണ്. ഈ കാട്ടിൽ വെച്ച് അവനെ എങ്ങനെ ഞാൻ സുഖപ്പെടുത്തും? ആ വലിയ കൊമ്പൻ മണ്ണിൽ കിടന്ന് പിടയുകയായിരുന്നു. അവൻ്റെ ഇടത്തെ തോളിൽ ശത്രുവാനയുടെ കൊമ്പ് തുളച്ചു കയറിയുണ്ടായ വലിയ മുറിവിൽ നിന്നും ചോര നദി പോലെ ഒഴുകുന്നുണ്ട്. അവൻ നഷ്ടപ്പെട്ട രക്തത്തിൻ്റെ അളവ് വല്ലാതെ കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അതിലും ഭയാനകമായ കാഴ്ച അവൻ്റെ അരികിൽ നിന്ന് നെടുവീർപ്പിടുന്ന ആ അന്ധയായ പിടിയാനയായിരുന്നു. അവൾക്കൊന്നും കാണാൻ കഴിയില്ലെങ്കിലും അവൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന ചൂടും ചോരയുടെ ഗന്ധവും അവളിൽ വലിയൊരു ഭീതി നിറച്ചിരുന്നു. അവൾ ഇടയ്ക്കിടെ വലിയ ശബ്ദത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഏക സംരക്ഷകൻ തന്നെ വിട്ടുപോകുമോ എന്ന ഭയം ആ ശബ്ദത്തിലുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ വലിയ തോക്കുകളില്ല. വെറും ചെറിയൊരു മെഡിക്കൽ കിറ്റ് മാത്രം. കാട്ടിൽ വെച്ച് ഒരു ആനയ്ക്ക് ചികിത്സ നൽകുക എന്നത് അസാധ്യമായ കാര്യമാണ്. എങ്കിലും എനിക്ക് പിന്മാറാൻ കഴിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ടോർച്ച് ആ മുറിവിലേക്ക് അടിച്ചു. ആഴത്തിലുള്ള മുറിവാണ്. പേശികൾ വല്ലാതെ കീറിപ്പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ കിറ്റിലെ അണുനാശിനിയായ ലായനി എടുത്തു. പതുക്കെ ആ ചോരപ്പാടുകൾ വൃത്തിയാക്കാൻ തുടങ്ങി. മനുഷ്യരോട് കോപിച്ചിരുന്ന ആ മൃഗം വേദന കൊണ്ട് പുളയുമ്പോഴും എന്നെ ഒന്നും ചെയ്തില്ല. ഒരുപക്ഷെ താൻ അപകടത്തിലാണെന്നും തന്നെ രക്ഷിക്കാൻ വന്നത് താൻ മുൻപ് നേരിട്ട അതേ മനുഷ്യനാണെന്നും അവന് മനസ്സിലായിക്കാണും. ഞാൻ അവന് മരുന്ന് വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ പിടിയാന എൻ്റെ ശരീരത്തിൽ തുമ്പിക്കൈ കൊണ്ട് തൊട്ടു. അവൾ എന്നെ മണത്തു നോക്കുകയായിരുന്നു. എൻ്റെ ഗന്ധം അവൾ തിരിച്ചറിഞ്ഞു. അവൾക്ക് ഞാനൊരു ശത്രുവല്ല, മറിച്ച് തൻ്റെ ഇണയെ രക്ഷിക്കാൻ വന്ന ഒരു സുഹൃത്താണെന്ന് അവൾക്ക് തോന്നിയിരിക്കണം. ആ സ്പർശനം എൻ്റെ ഉള്ളിൽ വലിയൊരു ഊർജം നിറച്ചു. ഞാൻ വളരെ ശ്രദ്ധയോടെ മുറിവിൽ മരുന്ന് പുരട്ടി വലിയ തുണി കൊണ്ട് അത് ചുറ്റിക്കെട്ടി. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിൽ അവൻ്റെ മുറിവിൽ നിന്നും രക്തസ്രാവം നിലച്ചു. അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. തളർന്നുപോയ അവൻ്റെ ശരീരം ഒന്നനങ്ങാൻ പോലും പാടുപെട്ടു. പക്ഷേ അവൻ ആദ്യമായി എന്നെ നോക്കി. അവനെ കൊല്ലാൻ വന്ന വേട്ടക്കാരനായ എന്നെ ഇന്ന് അവൻ തൻ്റെ രക്ഷകനായി കാണുന്നു. കാടിൻ്റെ നിയമം അവിടെ വെച്ച് പൂർണ്ണമായി മാറുകയായിരുന്നു. ആ രാത്രി മുഴുവൻ ഞാൻ അവൾക്കും അവനുമൊപ്പം ആ കാട്ടിൽ കാവലിരുന്നു. കാട്ടിലെ മറ്റു ഹിംസ്രജന്തുക്കൾ ആ വലിയ ഗന്ധം മണത്ത് അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ തോക്കിലെ തിരകൾ മാറ്റി. വെടിയൊച്ച കേൾക്കാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങൾ മാത്രം കയ്യിൽ കരുതി.
രാത്രിയുടെ നിശബ്ദതയിൽ ആ കാട് വലിയൊരു മന്ത്രം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പിറ്റേന്ന് രാവിലെ സൂര്യപ്രകാശം ആ മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് വീണപ്പോൾ ആ കൊമ്പൻ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവൻ്റെ മുറിവിന് വേദനയുണ്ടെങ്കിലും അവന് നടക്കാൻ കഴിഞ്ഞു. അന്ധയായ ആ പിടിയാന അവൻ്റെ ചലനങ്ങൾ അറിഞ്ഞ് അവനോട് ചേർന്നു നിന്നു. അവൻ എന്നെ ഒന്നുകൂടി നോക്കി. അതൊരു യാത്രയയപ്പായിരുന്നു. അവർ കാടിൻ്റെ ആഴങ്ങളിലേക്ക് നടന്നു തുടങ്ങി. എന്നാൽ ആ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. കാടിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ഞങ്ങൾ കടന്നുപോയ അതേ അരുവിക്കപ്പുറം വലിയൊരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമവാസികൾക്ക് ഈ ആനകളെക്കുറിച്ച് അറിയില്ല. അവർ ആ വലിയ കൊമ്പനെ കണ്ടാൽ ഉടൻ തന്നെ തോക്കെടുക്കും. എനിക്കവരെ ആ ഗ്രാമത്തിനപ്പുറമുള്ള റിസർവ് ഫോറസ്റ്റ് വരെ എത്തിക്കണം. അവിടെ അവർക്ക് യാതൊരു ശല്യവുമില്ലാതെ ജീവിക്കാം. പക്ഷേ നടക്കാൻ കഴിയാത്ത ആ പിടിയാനയെയും മുറിവേറ്റ കൊമ്പനെയും എങ്ങനെ ഞാൻ അത്രയും ദൂരം കൊണ്ടുപോകും? ഗ്രാമവാസികൾ ആനകൾ വരുന്നതറിഞ്ഞ് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവർ പന്തങ്ങളുമായി വരുന്നുണ്ട്. ആനകൾ വീണ്ടും പരിഭ്രാന്തരായി. ഈ അവസ്ഥയിൽ അവർ ഗ്രാമത്തിലേക്ക് ഓടിയാൽ ആ ഗ്രാമം ഒന്നാകെ ഇല്ലാതാകും. എൻ്റെ ദൗത്യം പാതി വഴിയിൽ തകർന്നു. ആ വലിയ കൊമ്പൻ വീണ്ടും ദേഷ്യത്തോടെ ആ ഗ്രാമത്തിന് നേരെ തിരിഞ്ഞു. അവനിനി ആക്രമിക്കാൻ പോകുകയാണ്. ഗ്രാമവാസികൾ ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചും പാത്രങ്ങൾ കൊട്ടിയുമാണ് ആനകൾക്ക് നേരെ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അധിനിവേശമാണ്. എന്നാൽ ആനകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവനും സ്വത്തിനുമുള്ള വലിയൊരു ഭീഷണിയും. ഭ്രാന്തമായ കോപത്തോടെ ആ വലിയ കൊമ്പൻ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള വേരി തകർക്കാൻ മുന്നോട്ട് കുതിച്ചു. അവനെ തടയാൻ എനിക്കുള്ള ഒരേ ഒരു വഴി ആ ഗ്രാമവാസികളെ പെട്ടെന്ന് പിന്തിരിപ്പിക്കുക എന്നത് മാത്രമാണ്. ഞാൻ ഓടിക്കൊണ്ടിരുന്ന തൊഴിലാളികളുടെ സംഘത്തിന് മുന്നിലേക്ക് എൻ്റെ തോക്കുമായി ചെന്ന് നിന്നു. എല്ലാവരും നിൽക്കൂ, ദയവായി ആരും വെടിവെക്കരുത്. ഇതൊരു ഭ്രാന്തൻ ആനയല്ല, ഇവൻ മുറിവേറ്റ ഒരു പാവം ജീവിയാണ്. ആരും പ്രകോപിപ്പിക്കരുത്, ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ ആൾക്കൂട്ടത്തിൻ്റെ ആവേശത്തിനു മുന്നിൽ എൻ്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഗ്രാമത്തിലെ ചില യുവാക്കൾ കയ്യിലുണ്ടായിരുന്ന വലിയ പടക്കങ്ങൾ ആനകൾക്ക് നേരെ എറിഞ്ഞു. വലിയൊരു ശബ്ദത്തോടെ അത് ആനയുടെ അടുത്ത് വീണ് പൊട്ടി. അത്രയും നേരം വേദന സഹിച്ചിരുന്ന ആ കൊമ്പൻ ഈ പ്രകോപനം കൂടി ആയതോടെ പൂർണ്ണമായും നിയന്ത്രണം വിട്ടു. അവനൊരു ആക്രോശത്തോടെ ആ ഗ്രാമത്തിൻ്റെ പ്രധാന വഴിയിലേക്ക് തകർത്ത് മുന്നേറി. വഴിയരിയിലുണ്ടായിരുന്ന കൊച്ചു കടകളും വീടുകളുടെ മുറ്റവും അവൻ തകർത്തു തരിപ്പണമാക്കി. അന്ധയായ ആ പിടിയാന പേടിച്ചരണ്ട് ഗ്രാമത്തിലെ തെരുവിലൂടെ വല്ലാതെ അലറി നടക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം ആ ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ഒരു മരണക്കെണിയായി മാറി. ഗ്രാമവാസികൾ പേടിച്ചരണ്ട് വീടുകൾക്കുള്ളിലേക്ക് ഓടിക്കയറി. ആ വലിയ ആന ഇപ്പോൾ നേരെ ചെല്ലുന്നത് ഗ്രാമത്തിലെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വഴിയിലേക്കാണ്. അവിടെ നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സമയമാണ്. പെട്ടെന്ന് ഒരു വലിയ നിലവിളി ആ ഭാഗത്തു നിന്നും കേട്ടു. ആന അവിടെയുണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. എനിക്ക് ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ തോക്കിലെ തിരകൾ മാറ്റി വീണ്ടും പടക്കങ്ങൾ നിറച്ചു. ആനയുടെ ശ്രദ്ധ തെറ്റിക്കാൻ എനിക്കൊരൊറ്റ വരി മാത്രമേ ഉള്ളൂ. ഞാൻ ഗ്രാമത്തിൻ്റെ മറ്റൊരു വശത്തേക്ക് ഓടി. എന്നിട്ട് ആന കേൾക്കാൻ പാകത്തിൽ തോക്കിൽ നിന്നും പടക്കങ്ങൾ തുടർച്ചയായി പൊട്ടിച്ചു. വലിയ ശബ്ദം കേട്ടതും ആന പെട്ടെന്ന് അവിടെ നിന്നു. അവൻ എൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ഞാനവനെ ഗ്രാമത്തിൽ നിന്നും അകറ്റി തൊട്ടടുത്തുള്ള വിജനമായൊരു നെൽപ്പാടത്തേക്ക് നയിക്കാൻ ശ്രമിച്ചു. ഇങ്ങോട്ട് വാടാ, ഞാൻ അവനെ വെല്ലുവിളിച്ചു. അവൻ എന്നെ തിരിച്ചറിഞ്ഞു. അവൻ കുട്ടിയെ ഉപേക്ഷിച്ച് എൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. നെൽപ്പാടത്തിൻ്റെ മധ്യത്തിൽ ഞാൻ പതുക്കെ നടന്നു. അവനെ ഗ്രാമത്തിൽ നിന്നും പൂർണ്ണമായും അകറ്റുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ നെൽപ്പാടത്തിൻ്റെ മധ്യഭാഗം ചെളി നിറഞ്ഞതാണ്. നടക്കാൻ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് എൻ്റെ കാലുകൾ ചെളിയിൽ പുതഞ്ഞുപോയി. അവൻ എന്നെ ആക്രമിക്കാൻ വെറും 10 അടി ദൂരം മാത്രം. ഞാൻ ചെളിയിൽ നിന്നും കാലെടുക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആ വലിയ കൊമ്പൻ ദേഷ്യത്തോടെ എൻ്റെ നേർക്ക് പാഞ്ഞു. അവൻ്റെ കൊമ്പുകൾ താഴേക്ക് താഴ്ത്തി. അന്ത്യമടുത്തു എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ 12 ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ നിന്നും വലിയൊരു നിലവിളി ഉയർന്നു. അത് ഗ്രാമവാസികളുടെ നിലവിളിയായിരുന്നില്ല, മറിച്ച് അന്ധയായ ആ പിടിയാനയുടെ നിലവിളിയായിരുന്നു. അവൾ അവൻ്റെ പിന്നാലെ ഓടി വരികയാണ്. തൻ്റെ കാവൽക്കാരൻ മറ്റൊരു അപകടത്തിൽപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ അവൾ തൻ്റെ അന്ധത വകവെക്കാതെ ആ ഗ്രാമത്തിലെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ അവനെ തേടി ഓടി വരികയാണ്.
അവൾ വന്ന് ആ കൊമ്പൻ്റെ ദേഹത്ത് തുമ്പിക്കൈ വെച്ചു. ആ സ്പർശനം അവനെ ഒന്നുകൂടി ശാന്തനാക്കി. ഞാൻ എൻ്റെ കാലുകൾ ആ ചെളിയിൽ നിന്നും വലിച്ചെടുത്ത് കഷ്ടപ്പെട്ട് പുറത്തു കടന്നു. അപ്പോഴും ആ കൊമ്പൻ എന്നെ നോക്കി നിൽക്കുകയാണ്. ഈ ഗ്രാമവാസികൾ അവനെ ആക്രമിച്ചതുകൊണ്ട് അവന് ദേഷ്യമുണ്ടായിരുന്നു. എങ്കിലും അവളും അവനും തമ്മിലുള്ള ആ സ്നേഹം ആ ദേഷ്യത്തേക്കാൾ വലുതായിരുന്നു. ഞാൻ പതിയെ അവരോട് സംസാരിച്ചു. നിങ്ങളിനി മുന്നോട്ട് പോകണം. ഗ്രാമം കടന്ന് അപ്പുറത്തെ റിസർവ് ഫോറസ്റ്റിലേക്ക്. ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല, ഞാൻ വാക്ക് തരുന്നു. ആ വലിയ കൊമ്പൻ എൻ്റെ വാക്കുകൾ മനസ്സിലാക്കിയതുപോലെ തലയൊന്ന് കുലുക്കി. ആ അന്ധയായ അമ്മയെയും ചേർത്ത് പിടിച്ച് അവർ ഗ്രാമത്തിൻ്റെ അവസാന അതിർത്തി ലക്ഷ്യമാക്കി നടന്നു. ഗ്രാമവാസികൾ ആ വലിയ കാഴ്ച കണ്ട് അമ്പരന്നു പോയി. ഒരു വേട്ടക്കാരൻ ആനകളോട് സംസാരിക്കുന്നു. ആനകൾ അവൻ്റെ വാക്ക് കേൾക്കുന്നു. ആ ഗ്രാമത്തിലെ പൊടിപിടിച്ച വഴികളിലൂടെ അന്ധയായ ആ പിടിയാനയെയും ചേർത്ത് പിടിച്ച് ആ വലിയ കൊമ്പൻ നടന്നു പോകുന്ന ആ കാഴ്ച ഗ്രാമവാസികളെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കിയിരുന്നു. കയ്യിൽ വടികളും പടക്കങ്ങളുമായി അവരെ കൊല്ലാൻ വന്നവർ പോലും ആ വലിയ സ്നേഹത്തിനു മുന്നിൽ ആയുധങ്ങൾ താഴെയിട്ടു. മൃഗങ്ങളെ വെറുമൊരു ശല്യമായി മാത്രം കണ്ടിരുന്ന ആ മനുഷ്യർക്ക് മുൻപിൽ കാട് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പാടം തുറന്നു വെക്കുകയായിരുന്നു. ഞാൻ ചെളിപുരണ്ട വസ്ത്രങ്ങളുമായി ആ പാടവരമ്പത്ത് തന്നെ നിന്നു. എൻ്റെ ഹൃദയം വലിയൊരു ആശ്വാസത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. എസ്റ്റേറ്റ് മാനേജർ ശേഖരനും തൊഴിലാളികളും അപ്പോഴേക്കും ജീപ്പിൽ അവിടെ എത്തിച്ചേർന്നിരുന്നു. അവർ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ഗ്രാമത്തിലെ പ്രായം ചെന്നൊരു കാരണവർ എൻ്റെ കൈകളിൽ പിടിച്ച് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ബാബു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ആനകൾ മനുഷ്യനെപ്പോലെ സംസാരിക്കുമോ? അവൻ എന്തിനാണ് നിങ്ങളെ ഉപദ്രവിക്കാതെ തിരിഞ്ഞു നടന്നത്? ഞാൻ ആ ഗ്രാമീണരെ നോക്കി പുഞ്ചിരിച്ചു. കാരണവരെ, മൃദുങ്ങൾ നമ്മുടെ ഭാഷ സംസാരിക്കാറില്ല. എന്നാൽ സ്നേഹത്തിൻ്റെ ഭാഷ അവർക്ക് നമ്മൾ മനുഷ്യരെക്കാൾ നന്നായി അറിയാം. ആ കൊമ്പൻ ഒരു കൊലയാളിയല്ല, മറിച്ച് തൻ്റെ കണ്ണ് കാണാത്ത അമ്മയ്ക്ക് കാവൽ നിൽക്കുന്നൊരു മകനാണ്. അവൻ നിങ്ങളെ ആക്രമിക്കാൻ വന്നത് നിങ്ങൾ അവരെ ഉപദ്രവിക്കുമെന്ന് ഭയന്നിട്ടാണ്. നമ്മൾ അവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം കാട് നമ്മളെയും സംരക്ഷിക്കും. ആ വാക്കുകൾ ആ ഗ്രാമവാസികളുടെ കണ്ണു തുറപ്പിച്ചു. അതുവരെ ഭയത്തോടെ മാത്രം ആനകളെ കണ്ടിരുന്ന അവരുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടവും ആദരവും നിറയുന്നത് ഞാൻ കണ്ടു. ഗ്രാമത്തിൻ്റെ അതിർത്തി കടന്ന് ആ ആനകൾ സുരക്ഷിതമായി വലിയ മരങ്ങൾ നിറഞ്ഞ റിസർവ് ഫോറസ്റ്റിൻ്റെ കവാടത്തിലേക്ക് എത്തിച്ചേർന്നു. ഇനി അവർക്ക് മനുഷ്യരുടെ ശല്യമില്ല. സർക്കാർ സംരക്ഷിക്കുന്ന വലിയ കൊടുംകാടാണ്. അവർ രണ്ടുപേരും ആ വലിയ കാടിൻ്റെ ഇരുട്ടിലേക്ക് പതുക്കെ മറയുന്നത് ഞാൻ നോക്കി നിന്നു. അവസാനമായി ആ കൊമ്പനൊന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ തുമ്പിക്കൈ ഉയർത്തി ഒരു നേർത്ത ശബ്ദം പുറപ്പെടുവിച്ചു. കാടിൻ്റെ രാജകീയമായ ഒരു യാത്രാമൊഴി. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന വലിയ സമാധാനത്തിൽ ഞാൻ ശേഖരനോട് പറഞ്ഞു, ശേഖരൻ, എൻ്റെ ദൗത്യം പൂർത്തിയായി. ആ എസ്റ്റേറ്റിലേക്ക് ഇനി ആ ആനകൾ വരില്ല. അവർ അവരുടെ യഥാർത്ഥ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. എനിക്ക് തിരികെ ബംഗ്ലാവിലേക്ക് പോകണം. നല്ല ക്ഷീണമുണ്ട്. ഞങ്ങൾ ജീപ്പിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ പ്രകൃതി എനിക്കായി കാത്തുവെച്ച പരീക്ഷണങ്ങൾ അവരെ അവസാനിച്ചിരുന്നില്ല. എൻ്റെ ദൃഷ്ടി പെട്ടെന്ന് ആ റിസർവ് ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലുള്ള ചെളിമണ്ണിലേക്ക് വീണു. അവിടെ ജീപ്പിൽ കയറാൻ പോയ ഞാൻ പെട്ടെന്ന് നിശ്ചലനായി. ആനകൾ പോയ അതേ വഴിയിലൂടെ കാടിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്ന പുതിയ ചില കാൽപ്പാടുകൾ. അത് മൃഗങ്ങളുടെ കാൽപ്പാടുകളായിരുന്നില്ല, വലിയ ബൂട്ടുകളിട്ട മനുഷ്യരുടെ കാൽപ്പാടുകൾ. ഒപ്പം ഒരു വലിയ വാഹനത്തിൻ്റെ ടയർ പാടുകളും. ഞാൻ വേഗത്തിൽ താഴെയിരുന്ന് ആ പാടുകൾ പരിശോധിച്ചു. ഫോറസ്റ്റ് ഗാർഡുകൾ ഇടുന്ന സാധാരണ ബൂട്ടുകളല്ല അത്. അതിൽ ആണിയടിച്ച പ്രത്യേക തരം ബൂട്ടുകളുടെ പാടുകളുണ്ട്. അതായത് കാട്ടിൽ അനധികൃതമായി കടന്നു കയറിയവരാണവർ. എൻ്റെ നെഞ്ചിരിപ്പ് വീണ്ടും വേഗത്തിലാകാൻ തുടങ്ങി. എന്തിനാണ് ആയുധധാരികളായ മനുഷ്യർ ഈ സമയത്ത് റിസർവ് ഫോറസ്റ്റിനുള്ളിലേക്ക് പോയത്? പെട്ടെന്ന് എൻ്റെ തലച്ചോറിലൂടെ ഒരു വലിയ മിന്നൽ കടന്നുപോയി. ആ കൊമ്പൻ, നമ്മുടെ ആ വലിയ കൊമ്പൻ്റെ നിലത്തോളം മുട്ടുന്ന ആ കൂറ്റൻ കൊമ്പുകൾ. ആനക്കൊമ്പിനു വേണ്ടി കാട്ടാനകളെ കൊന്നൊടുക്കുന്ന വലിയൊരു വേട്ട സംഘം ആ കാട്ടിനുള്ളിൽ തമ്പടിച്ചിട്ടുണ്ട്. എസ്റ്റേറ്റിലെയും ഗ്രാമത്തിലെയും ബഹളങ്ങൾ കേട്ട് ആനകളെ എളുപ്പത്തിൽ ഇരയാക്കാൻ അവർ കാട്ടിനുള്ളിൽ തയ്യാറെടുത്തു നിൽക്കുകയാണ്. ഞാൻ പണിപ്പെട്ട് ആ കൊമ്പൻ്റെ ജീവൻ രക്ഷിച്ച് സുരക്ഷിതമാണെന്ന് കരുതി കാട്ടിലേക്ക് വിട്ടത്
നേരിട്ട് ആ കൊടും പാപികളുടെ തോക്കിൻ കുഴലിന് മുന്നിലേക്കാണ്. എൻ്റെ ചിന്തകളെ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ട് ആ വലിയ റിസർവ് ഫോറസ്റ്റിൻ്റെ ആഴങ്ങളിൽ നിന്നും മരങ്ങളെ വിറപ്പിച്ചുകൊണ്ട് വളരെ ഉച്ചത്തിൽ ഒരു വലിയ വെടിയൊച്ച മുഴങ്ങി. അതെൻ്റെ കയ്യിലുള്ളതുപോലെയുള്ള സാധാരണ റൈഫിളിൻ്റെ ശബ്ദമായിരുന്നില്ല, മറിച്ച് ആനയുടെ തലയോട്ടി പിളർക്കാൻ കെൽപ്പുള്ള ഹൈ കാലിബർ തോക്കിൽ നിന്നുള്ള ശബ്ദമായിരുന്നു. ആ വെടിയൊച്ചയ്ക്ക് പിന്നാലെ ഹൃദയം തകർക്കുന്ന വലിയൊരു ആനയുടെ നിലവിളിയും ആ കാട്ടിൽ മുഴങ്ങി. ദൈവമേ, ആനക്കൊമ്പ് വേട്ടക്കാർ! ഞാൻ അറിയാതെ വിളിച്ചു പറഞ്ഞു. ശേഖരനും ഗ്രാമവാസികളും ആ ശബ്ദം കേട്ട് ഞെട്ടിത്തരിച്ചു നിന്നു. ഞാൻ എൻ്റെ തോക്കെടുത്ത് അതിൽ പുതിയ വെടിയുണ്ടകൾ നിറച്ചു. എൻ്റെ മുഖത്തെ ക്ഷീണം മുഴുവൻ മാറി അവിടെ വല്ലാത്തൊരു കോപം നിറഞ്ഞിരുന്നു. ആർദർ സാർ, എങ്ങോട്ടാണ്? അത് റിസർവ് ഫോറസ്റ്റാണ്. പോലീസും ഫോറസ്റ്റുകാരും വരട്ടെ. ആ വേട്ടക്കാരുടെ കയ്യിൽ വലിയ ആയുധങ്ങൾ കാണും. നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ്. ശേഖരൻ എന്നെ തടയാൻ ശ്രമിച്ചു. പോലീസും ഫോറസ്റ്റും വരുമ്പോഴേക്കും ആ പാവം മൃഗത്തിൻ്റെ കൊമ്പുകൾ അവർ അറുത്തെടുത്തിട്ടുണ്ടാകും ശേഖരൻ. സ്വന്തം അമ്മയെ സംരക്ഷിക്കാൻ എനിക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന ആ വലിയ പോരാളിയെ പണത്തിനു വേണ്ടി കുറച്ചു കള്ളക്കടത്തുകാർ കൊന്നുതള്ളുന്നത് നോക്കി നിൽക്കാൻ ഒരു യഥാർത്ഥ വേട്ടക്കാരന് കഴിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവൻ രണ്ടാമതും പണയം വെച്ചുകൊണ്ട് ആ ആയുധധാരികളായ വേട്ടക്കാരെ നേരിടാനായി ഞാൻ ആ കൊടുംകാടിൻ്റെ ഉള്ളിലേക്ക് ഒറ്റയ്ക്ക് ഓടിക്കയറി. റിസർവ് ഫോറസ്റ്റിൻ്റെ കനത്ത ഇരുട്ടിലേക്ക് ഞാൻ ഓടിക്കയറുമ്പോൾ എൻ്റെ സിരകളിൽ ചോര തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു കാട്ടുമൃഗത്തെ വെടിവെക്കാൻ പോകുമ്പോൾ ഒരു വേട്ടക്കാരനുണ്ടാകുന്ന ഭയമോ ജാഗ്രതയോ ആയിരുന്നില്ല അപ്പോൾ എനിക്കുണ്ടായിരുന്നത്. മറിച്ച് സ്വന്തം കുഞ്ഞിനെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ നേരിടാൻ പോകുന്ന ഒരു പിതാവിൻ്റെ നെഞ്ചിടിപ്പും കൊടിയ കോപവുമായിരുന്നു. കാടിൻ്റെ മക്കളായ അവരെ വെറും ആനക്കൊമ്പിൻ്റെ അത്യാഗ്രഹത്തിന് വേണ്ടി കൊല്ലാൻ ശ്രമിക്കുന്ന ആ കള്ളക്കടത്തുകാരോട് എനിക്ക് തോന്നിയത് അണങ്ങാത്ത വെറുപ്പാണ്. കാട്ടിനുള്ളിൽ വലിയ മരങ്ങളുടെ ഇടയിലൂടെ ഞാൻ ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് നീങ്ങി. എൻ്റെ കയ്യിലുള്ള റൈഫിൾ വെറുമൊരു മൃഗത്തെ കൊല്ലാനുള്ളതായിരുന്നില്ല, മനുഷ്യനെന്ന പേരിന് പോലും അർഹതയില്ലാത്ത ആ ക്രൂരന്മാരെ നേരിടാനുള്ളതായിരുന്നു. ആദ്യത്തെ വെടിയൊച്ച കേട്ട ഭാഗത്തേക്ക് ഞാൻ സൂക്ഷ്മമായി നടന്നു. കാട്ടിലെ വലിയ മരങ്ങളുടെ വേരുകളും വീണുണി കിടക്കുന്ന ഉണങ്ങിയ ഇലകളും എൻ്റെ കാൽപ്പാടിലുള്ള ശബ്ദം പുറത്തു കേൾപ്പിക്കാതെ എന്നെ സഹായിച്ചു. ഒരു വേട്ടക്കാരനെ വേട്ടയാടാൻ മറ്റൊരു വേട്ടക്കാരൻ വരുന്നു എന്ന സത്യം അവർ അറിഞ്ഞിരുന്നില്ല. ഏകദേശം 1/4 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്നപ്പോൾ കാറ്റിലൂടെ വെടിമരുന്നിൻ്റെ രൂക്ഷമായ ഗന്ധം ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ വലിയൊരു ഈട്ടിമരത്തിൻ്റെ മറവിലേക്ക് പതുങ്ങി നിന്നു. മുൻപിലുള്ള വലിയൊരു കരിങ്കൽ പാറയ്ക്കപ്പുറത്തു നിന്നും മനുഷ്യർ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. ഞാൻ വളരെ പതുക്കെ ആ പാറയുടെ മുകളിലേക്ക് ഇഴഞ്ഞു കയറി താഴേക്ക് നോക്കി. ആ കാഴ്ച എൻ്റെ നെഞ്ചിൽ വലിയൊരു വിങ്ങലുണ്ടാക്കി. അവിടെ ആ ചെറിയ സമതലത്തിൽ 4 ആയുധധാരികളായ മനുഷ്യർ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ വില കൂടിയ വലിയ റൈഫിളുകളുണ്ട്. അവർക്ക് മുൻപിലായി നിലത്ത് മുട്ടുകുത്തി നമ്മുടെ ആ വലിയ കൊമ്പൻ കിടക്കുന്നു. അവൻ്റെ വലത്തെ മുൻകാലിൽ വലിയൊരു വെടിയേറ്റിട്ടുണ്ട്. അവിടെ നിന്നും ചോര വാർന്നൊഴുകുകയാണ്. അവൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ അത്രയും വലിയ വേദനയിലും തൻ്റെ വലിയ ശരീരം ഒരു കോട്ട പോലെയാക്കി അവൻ ആ അന്ധയായ പിടിയാനയെ തനിക്ക് പിന്നിലായി മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അവൾ ഭയം കൊണ്ട് അവൻ്റെ മുതുകിൽ തുമ്പിക്കൈ വെച്ച് വിറച്ചു നിൽക്കുകയാണ്. എന്തൊരു കൊമ്പാറായത്! ഇതിൽ ലക്ഷങ്ങൾ വില വരും. വേഗം തീർത്തേക്ക്. ആരും കേൾക്കുന്നതിനു മുൻപ് കൊമ്പറുത്ത് നമുക്ക് കാടിറങ്ങാം. കൂട്ടത്തിൽ തലവനായ വലിയ മീശക്കാരൻ ആവേശത്തോടെ പറയുന്നത് ഞാൻ കേട്ടു. അവൻ തൻ്റെ വലിയ ഹൈ കാലിബർ തോക്ക് ആ കൊമ്പൻ്റെ നെറ്റിക്ക് നേരെ ഉന്നം വെച്ചു. ആ ഒരൊറ്റ വെടിയുണ്ടയിൽ കാട് കണ്ട ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളുടെ ജീവൻ അവസാനിക്കും. ഇനി കാത്തു നിൽക്കാൻ സമയമില്ല. ഞാൻ പോലീസുകാരനല്ല, നിയമം പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യാൻ. കാടിൻ്റെ നിയമം എപ്പോഴും വേഗത്തിലുള്ളതാണ്. ഞാൻ എൻ്റെ ഇരട്ടക്കുഴൽ തോക്ക് മീശക്കാരൻ്റെ നേർക്ക് നീട്ടി. അവനെ കൊല്ലാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു, പക്ഷേ അവൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് തെറിപ്പിക്കണം. ഞാൻ ശ്വാസമടക്കി പിടിച്ച് എൻ്റെ കാഞ്ചി വലിച്ചു. വലിയൊരു വെടിയൊച്ച ആ കാടിനെ വീണ്ടും പ്രകമ്പനം കൊള്ളിച്ചു. എൻ്റെ ഉന്നം തെറ്റിയില്ല. ആ മീശക്കാരൻ ആനയുടെ നേർക്ക് ലക്ഷ്യം വെച്ചിരുന്ന ആ വലിയ റൈഫിളിൻ്റെ മരപ്പിടിയിൽ തന്നെ എൻ്റെ വെടിയുണ്ട തുളച്ചു കയറി. വലിയൊരു തരിപ്പോടെ അവൻ്റെ കയ്യിൽ നിന്നും ആ തോക്ക് തെറിച്ച് 5-6 അടി ദൂരേക്ക് പോയി വീണു. അവൻ വേദന കൊണ്ട് അലറിക്കൊണ്ട് കയ്യും പൊത്തി താഴെ വീണു. ബാക്കിയുള്ള 3 പേരും പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു.
ആനകളെ ലക്ഷ്യം വെച്ചിരുന്ന അവരുടെ തോക്കുകൾ എനിക്ക് നേരെ തിരിഞ്ഞു. ആരാടാ അവിടെ? വെടിവെക്കേടാ അവനെ! മീശക്കാരൻ കിടന്നുകൊണ്ട് അലറി. അവർ എൻ്റെ പാറക്കെട്ടിന് നേരെ തുരുതുര വെടിയുതിർക്കാൻ തുടങ്ങി. പാറകളിൽ വെടിയുണ്ട വന്ന് പതിക്കുന്നതിൻ്റെ വലിയ ശബ്ദവും തീപ്പൊരിയും ആ പ്രദേശം ആകെ നിറഞ്ഞു. ഞാൻ പാറയ്ക്ക് പിന്നിലേക്ക് പൂർണ്ണമായും തലതാഴ്ത്തി കിടന്നു. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് വെറും ഒരൊറ്റ വെടിയുണ്ട മാത്രമാണ്. അവർക്ക് 3 പേർക്കും കൂടി നിറത്തോക്കുകളും. എനിക്കവരെ നേരിട്ട് വെടിവെച്ച് കൊല്ലാൻ കഴിയില്ല. അത് കൊലക്കുറ്റമാണ്. എനിക്ക് എൻ്റെ ബുദ്ധി ഉപയോഗിച്ചേ മതിയാകും. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് കാപ്പിത്തോട്ടത്തിൽ വെച്ച് ഞാൻ ഉപയോഗിച്ച ആ വലിയ തന്ത്രം ഓർമ്മ വന്നു. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും ബാക്കി വന്ന വലിയ 2 പടക്കങ്ങൾ പുറത്തെടുത്തു. എൻ്റെ തോക്കിലെ വെടിയുണ്ട പതുക്കെ ഊരി മാറ്റിയിട്ട് ആ പടക്കങ്ങൾ പാറയുടെ മറവിൽ വെച്ച് കത്തിച്ച് അവരുടെ നടുവിലേക്ക് അതിശക്തമായി എറിഞ്ഞു. വലിയ ഗ്രനേഡുകൾ പൊട്ടുന്നത് പോലെയുള്ള കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ആ പടക്കങ്ങൾ അവരുടെ കാൽക്കീറിൽ കിടന്ന് പൊട്ടിത്തെറിച്ചു. പുകമറകൾക്കിടയിൽ അവർക്ക് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആ വലിയ ശബ്ദത്തിൽ അവ ശരിക്കും ബോംബാക്രമണമാണെന്ന് കരുതി ഭയന്നു. അവരുടെ വെടിവെപ്പ് പെട്ടെന്ന് നിന്നു. ആ പുകമറയുടെ ഉള്ളിലൂടെ ഞാൻ ഒരു പുലിയെപ്പോലെ കുതിച്ചു ചാടി അവരുടെ മുൻപിലേക്ക് വീണു. എൻ്റെ തോക്കിൻ്റെ പിൻഭാഗം ഉപയോഗിച്ച് മുന്നിൽ നിന്നവൻ്റെ താടിയെല്ലിന് അതിശക്തമായി ഒരിടി കൊടുത്തു. അവൻ വലിയൊരു ശബ്ദത്തോടെ തറയിലേക്ക് വീണു ബോധം കെട്ടു. രണ്ടാമത്തവൻ്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിത്തെറിപ്പിച്ച് അവനെയും ഞാൻ നിലത്തേക്ക് വീഴ്ത്തി. എൻ്റെ കണ്ണുകളിലെ കൊടിയ ദേഷ്യം കണ്ട് ബാക്കിയുള്ള 2 പേരും ഭയന്ന് പുറകോട്ട് മാറി. ഞാൻ എൻ്റെ തോക്ക് അവരുടെ മേർക്ക് ചൂണ്ടിക്കൊണ്ട് ഗർജിച്ചു. ഇനി ഇതിൽ നിന്നൊരു വെടിയുണ്ട പുറത്തേക്ക് വന്നാൽ അത് നിങ്ങളുടെ നെഞ്ചിലേക്കായിരിക്കും. ആയുധങ്ങൾ താഴെയിടടാ അവിടെ. എൻ്റെ ശബ്ദത്തിലെ ആ ഭയാനകത അവർക്ക് കൃത്യമായി മനസ്സിലായി. മീശക്കാരനും കൂട്ടുകാരനും വിറയ്ക്കുന്ന കൈകളോടെ തോക്കുകൾ തറയിലേക്കിട്ടു. ഞാൻ വേഗത്തിൽ അവരുടെ തോക്കുകൾ കാലുകൊണ്ട് തട്ടി ദൂരേക്ക് മാറ്റി. അവർ ജീവനും കൊണ്ട് തിരിഞ്ഞ് ആ കാട്ടിലൂടെ പുറത്തേക്ക് ഓടാൻ തുടങ്ങി. താഴെ വീണുകിടന്നവരെയും വരിച്ച് അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. പോരാട്ടം കഴിഞ്ഞിരിക്കുന്നു. ആനക്കൊമ്പ് വേട്ടക്കാർ ആ കാട് വിട്ട് ഓടിമറഞ്ഞു. എൻ്റെ ശ്വാസം വലിയ ശബ്ദത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ തോക്ക് താഴെയിട്ട് ആ കൊമ്പൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. അവനിപ്പോഴും മുട്ടുകുത്തി നിൽക്കുകയാണ്. അവൻ്റെ കാലിൽ നിന്നും ചോര ഒഴുകുന്നുണ്ട്. ഞാൻ അവൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ഭയാനകമായ കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അന്ധയായ ആ പിടിയാന. അവൾക്ക് അവിടെ നടന്ന വെടിവെപ്പും പടക്കം പൊട്ടലും വലിയൊരു പരിഭ്രാന്തി ഉണ്ടാക്കിയിരുന്നു. അവൾ ഭയന്ന് എങ്ങോട്ടോ ഓടാൻ ശ്രമിച്ചു. എന്നാൽ കാഴ്ചയില്ലാത്ത അവൾ ചെന്നു നിന്നത് ആ കാട്ടിലെ 100 അടി താഴ്ചയുള്ള വലിയൊരു കൊക്കയുടെ അരികിലായിരുന്നു. അവളുടെ പിൻകാലുകൾ ആ കൊക്കയുടെ വക്കിൽ നിന്നും താഴേക്ക് തെന്നി മാറുകയാണ്. അവൾ ഒരു വലിയ നിലവിളിയോടെ താഴേക്ക് പതിക്കാൻ പോകുന്നു. 100 അടിയിലധികം താഴ്ചയുള്ള ആ വലിയ കൊക്കയുടെ വക്കിൽ നിന്നും ജീവന് വേണ്ടി പിടയുന്ന അന്ധയായ ആ പിടിയാനയുടെ നിലവിളി ആ കാടിനെ ഒന്നാകെ നടുക്കി. കണ്ണ് കാണാത്ത അവൾക്ക് താഴെ എത്രത്തോളം വലിയ അപകടമാണ് കാത്തിരിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. അവളുടെ പിൻകാലുകൾ നിൽക്കുന്ന ഭാഗത്തെ മണ്ണ് പതുക്കെ താഴേക്ക് ഇടിഞ്ഞുകൊണ്ടിരുന്നു. വലിയ പാറക്കല്ലുകൾ കൊക്കയുടെ അടിത്തട്ടിലേക്ക് പതിക്കുന്നതിൻ്റെ ശബ്ദം ഭയാനകമായിരുന്നു. അവളുടെ മുൻകാലുകൾ മാത്രമാണ് ഇപ്പോൾ കരയിലുള്ളത്. ഏതു നിമിഷവും ആ വലിയ ശരീരം ആഴങ്ങളിലേക്ക് പതിക്കാം. എൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചുപോയ നിമിഷം. കാൺമുട്ടിൽ വെടിയേറ്റ് ചോര വാർന്ന് തറയിൽ വീണ് കിടക്കുകയായിരുന്ന ആ വലിയ കൊമ്പൻ അവളുടെ ആ നിലവിളി കേട്ടു. അവൻ എഴുന്നേൽക്കാൻ യാതൊരു ശേഷിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്നേഹം എന്ന വികാരം ഒരു ജീവിക്ക് നൽകുന്ന ഊർജം ശാസ്ത്രത്തിനും അപ്പുറത്താണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. തൻ്റെ പ്രാണന്റെ പാതി മരണത്തിലേക്ക് വഴുതി വീഴുകയാണെന്ന് തിരിച്ചറിഞ്ഞ അവൻ തൻ്റെ വെടിയേറ്റ കാലിലെ കൊടിയ വേദന വകവയ്ക്കാതെ ഒരു വലിയ അലർച്ചയോടെ ആ മണ്ണിൽ നിന്നും എഴുന്നേറ്റു. അവൻ്റെ കാലിൽ നിന്നും രക്തം ചീറ്റുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ തൻ്റെ 3 കാലുകളിൽ ബാലൻസ് ചെയ്ത് ഒരു കൊടുങ്കാറ്റ് പോലെ ആ കൊക്കയുടെ അരികിലേക്ക് കുതിച്ചു. അവൾ താഴേക്ക് വീഴാൻ പോകുന്ന ആ അവസാന നിമിഷത്തിൽ അവൻ കൊക്കയുടെ വക്കിൽ മുൻകാലുകൾ കുത്തി താഴേക്ക് കിടന്ന് തൻ്റെ നീളമുള്ള വലിയ തുമ്പിക്കൈ താഴേക്ക് നീട്ടി അവളുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. അതൊരു വലിയ പോരാട്ടമായിരുന്നു. 8000 പൗണ്ടിലധികം ഭാരമുള്ള ഒരു വലിയ മൃഗം
മറ്റൊരു ഭീമാകാരനായ മൃഗത്തെ കൊക്കയിലേക്ക് വീഴാതെ ഒരു തുമ്പിക്കൈയുടെ ബലത്തിൽ മാത്രം പിടിച്ചു നിർത്തുന്നു. അവൻ തൻ്റെ സർവ്വശക്തിയുമെടുത്ത് അവളെ മുകളിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെയാണ് വിധി വീണ്ടും വില്ലനായത്. മഴ പെയ്ത് കുതിർന്ന ആ കൊക്കയുടെ വക്കിലെ ചെളിമണ്ണിൽ അവന് യാതൊരു ഗ്രിപ്പും കിട്ടുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് അവൻ്റെ വലത്തെ മുൻകാലിൽ വെടിയേറ്റതുകൊണ്ട് അതിൽ ബലം കൊടുക്കാനും കഴിയുന്നില്ല. അവളോടൊപ്പം അവനും പതുക്കെ ആ കൊക്കയിലേക്ക് നിരങ്ങിയിറങ്ങാൻ തുടങ്ങി. രണ്ടുപേരുടെയും ഭാരം താങ്ങാൻ ആ മണ്ണിന് കഴിയുന്നില്ല. അവനപ്പോഴും അവളുടെ കഴുത്തിലെ പിടിവിട്ടില്ല. അവളോടൊപ്പം മരിക്കാനും അവൻ തയ്യാറായിരുന്നു. എനിക്ക് ഇനിയും നോക്കി നിൽക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ തോക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ വേട്ടക്കാരുടെ തോക്കിൽ നിന്നും തെറിച്ചു വീണ വലിയൊരു മരക്കൊമ്പ് കിടപ്പുണ്ടായിരുന്നു. നല്ല ഭാരമുള്ള ഒരു കാട്ടുതടി. ഞാനത് സർവശക്തിയുമെടുത്ത് ഉയർത്തിക്കൊണ്ട് ആ കൊക്കയുടെ അരികിലേക്ക് ഓടി. ഒരു വന്യമൃഗത്തിൻ്റെ, അതും കൊടിയ വേദനയിലും കോപത്തിലുമുള്ള ഒരു കാട്ടാനയുടെ തൊട്ടരികിലേക്ക് ഒരു മനുഷ്യൻ ഓടിച്ചെല്ലുക എന്നത് ആത്മഹത്യയാണ്. എന്നാൽ ആ നിമിഷം അവർക്ക് ഞാൻ ഒരു മനുഷ്യനല്ല, അവസാനത്തെ പ്രതീക്ഷയാണ് എന്നെനിക്ക് തോന്നി. ഞാൻ ആ കൊമ്പൻ്റെ വെടിയേറ്റ കാലിന് തൊട്ടരികിലായി നിന്നു. അവൻ താഴേക്ക് നിരങ്ങിപ്പോകാതിരിക്കാൻ ആ വലിയ മരത്തടി ഞാൻ കൊക്കയുടെ വക്കിലെ ഉറപ്പുള്ള ഒരു പാറക്കിടയിലേക്ക് തിരികെ വെച്ച് അതിനു മുകളിലായി അവൻ്റെ കാലുകൾക്കൊരു സപ്പോർട്ട് നൽകി. എൻ്റെ തോളും ശരീരവും ഉപയോഗിച്ച് ഞാൻ ആ മരത്തടി അതിശക്തമായി താങ്ങി നിർത്തി. ആ കൊമ്പൻ ഒരു നിമിഷം എന്നെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു. ഞാൻ അവന് നൽകിയ ആ വലിയ സപ്പോർട്ടിൽ അവൻ തൻ്റെ കാലുറപ്പിച്ചു വെച്ചു. ചെളിയിൽ നിന്നും അവന് നല്ലൊരു പിടി കിട്ടി. അവൻ വീണ്ടും ഉച്ചത്തിൽ അലറിക്കൊണ്ട് തൻ്റെ മുഴുവൻ ജീവനുമെടുത്ത് ആ പിടിയാനയെ മുകളിലേക്ക് ഒറ്റവലി വലിച്ചു. എൻ്റെ തോളെല്ലുകൾ പൊട്ടുന്നതുപോലെ എനിക്ക് വേദനിച്ചു. എന്നാൽ ആ വലിയ പോരാട്ടത്തിനൊടുവിൽ അന്ധയായ ആ പിടിയാനയുടെ മുൻകാലുകൾ കരയിലെ ഉറപ്പുള്ള മണ്ണിലേക്ക് വീണു. അവൾ ഇഴഞ്ഞ് പതുക്കെ സുരക്ഷിതമായ കരയിലേക്ക് കയറി. വലിയൊരു ശബ്ദത്തോടെ അവൾ തറയിൽ വീണുകിടന്നു. അവൾ സുരക്ഷിതയാണെന്ന് ഉറപ്പായതും ആ വലിയ കൊമ്പൻ്റെ പിടിവിട്ടു. അവനും പുറകോട്ട് മാറി ആ മണ്ണിലേക്ക് വലിയ ശബ്ദത്തിൽ മലർന്നടിച്ചു വീണു. കാട് കണ്ട ഏറ്റവും വലിയ പോരാട്ടം അവിടെ അവസാനിച്ചിരുന്നു. എന്നാൽ അത് സന്തോഷിക്കാനുള്ള സമയമായിരുന്നില്ല. ആ പിടിരിയാന പതുക്കെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്ന് തുമ്പിക്കൈ കൊണ്ട് അവനെ തഴുകി. അവനൊന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ ശ്വാസോച്ഛ്വാസം വളരെ ദുർബലമായിരിക്കുന്നു. വേട്ടക്കാരുടെ തോക്കിൽ നിന്നുള്ള ആ വലിയ വെടിയുണ്ട അവൻ്റെ വലത്തെ കാലിലെ പ്രധാന ഞരമ്പ് തകർത്തിട്ടുണ്ട്. അവിടെ നിന്നും വലിയ തോതിൽ രക്തം വാർന്നു പോയിരിക്കുന്നു. ഇപ്പോൾ അവൻ കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. അന്ധയായ ആ മാതാവ് തൻ്റെ കാവൽക്കാരൻ്റെ ചേതനയറ്റ ശരീരം തൊട്ടറിഞ്ഞ് ആ കാടിനെ മുഴുവൻ കരയിക്കുന്ന ശബ്ദത്തിൽ നിലവിളിച്ചു. ഒരു വേട്ടക്കാരനായ എനിക്ക് മൃഗങ്ങളെ കൊല്ലാൻ അറിയാം. കാട്ടിലെ ചെറിയ മുറിവുകൾ വെച്ചിട്ടാൻ അറിയാം. എന്നാൽ മരണം തൊട്ടു നിൽക്കുന്ന ഈ ഭീമാകാരനെ എനിക്ക് തനിച്ചെങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? പോലീസിലെയും മൃഗഡോക്ടറെയും കൊണ്ടുവരാൻ മണിക്കൂറുകളെടുക്കും. അപ്പോഴേക്കും അവൻ്റെ ജീവൻ ഈ കാട്ടിൽ അവസാനിക്കും. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാട് എനിക്ക് നൽകിയ ഈ വലിയ സ്നേഹത്തിന് മുൻപിൽ ഞാൻ തോറ്റുപോവുകയാണോ? അന്ധയായ ഈ പിടിയാന ഇനി ഈ കൊടുങ്കാട്ടിൽ ആരുടെ തുണയിൽ ചിരിക്കും? ചോര വാർന്ന് ജീവൻ വെടിയാൻ കിടക്കുന്ന ആ വലിയ പോരാളിയുടെ മുൻപിൽ ഞാനൊരു കൊച്ചുകുട്ടിയെപ്പോലെ നിസ്സഹായനായി നിന്നുപോയി. അന്ധയായ ആ പിടിയാന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് എൻ്റെ ശരീരത്തിൽ പതുക്കെ തൊട്ടു. എന്നിട്ട് വീണ്ടും ആകാശത്തേക്ക് നോക്കി ദയനീയമായി നിലവിളിച്ചു. എന്നോട് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ അവൾ കേഴുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ കയ്യിലുള്ള ചെറിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെച്ച് ആ വലിയ മുറിവിലെ രക്തസ്രാവം തടയാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ആ കാട്ടുപാതയിലെ മണ്ണിലേക്ക് വീണു. മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് മുൻപിൽ പ്രകൃതി തോറ്റുപോകുന്നത് എനിക്ക് കാണാമായിരുന്നു. പെട്ടെന്ന് ആ കൊടുംകാട്ടിൻ്റെ ഇരുട്ടിലൂടെ നൂറുകണക്കിന് വെളിച്ചങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. അതോടൊപ്പം മനുഷ്യരുടെ വലിയ ശബ്ദവും. ഞാൻ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എസ്റ്റേറ്റ് മാനേജർ ശേഖരനും കാപ്പിത്തോട്ടത്തിലെ തൊഴിലാളികളും ഒപ്പം ആ ഗ്രാമത്തിലെ നൂറുകണക്കിന് സാധാരണക്കാരായ മനുഷ്യരും കയ്യിൽ വലിയ പന്തങ്ങളുമായി ഇങ്ങോട്ട് ഓടി വരികയാണ്.
കാട്ടിൽ മുഴങ്ങിയ ആ വലിയ വെടിയൊച്ചകളും ആനയുടെ നിലവിളിയും കേട്ട് എന്നെയും ആ മിണ്ടാപ്രാണികളെയും രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് ആ ഗ്രാമം ഒന്നാകെ കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആർദർ സാർ, ശേഖരൻ ഓടി വന്ന് എന്നെ ചേർത്ത് പിടിച്ചു. താഴെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ കൊമ്പനെയും അവന് കാവലായി നിൽക്കുന്ന ആ അന്ധയായ അമ്മയെയും കണ്ടപ്പോൾ ആ ഗ്രാമീണരുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് ആനകളെ കൊല്ലാൻ വടികളുമായി വന്ന അതേ മനുഷ്യർ ഇപ്പോൾ അവരെ രക്ഷിക്കാൻ കാട്ടിലേക്ക് വന്നിരിക്കുന്നു. സാർ, അവൻ എങ്ങനെയുണ്ട്? അവൻ മരിച്ചുപോയോ? കൂട്ടത്തിലുണ്ടായിരുന്ന കാരണവർ സങ്കടത്തോടെ ചോദിച്ചു. ഇല്ല കാരണവരെ, ജീവനുണ്ട്. പക്ഷേ കാലിലെ വലിയ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ട്. ചോര നിൽക്കുന്നില്ല. ആശുപത്രിയിലെത്തിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ, ഞാൻ നിസ്സഹായതയോടെ പറഞ്ഞു. അത് കേട്ടതും ആ കാരണവർ തൻ്റെ തോളിലെ തോർത്ത് മുറുക്കി കെട്ടിക്കൊണ്ട് പറഞ്ഞു, ആശുപത്രി വേണ്ട സാർ, ഈ കാട് തന്നെയാണ് വലിയ ആശുപത്രി, ഞങ്ങൾ നോക്കിക്കോളാം. പിന്നീട് അവിടെ നടന്നത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വലിയൊരു ഐക്യമായിരുന്നു. കാരണവരുടെ നിർദ്ദേശപ്രകാരം ഗ്രാമത്തിലെ യുവാക്കൾ കാട്ടിലേക്ക് ഓടി. രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന മുറിവുണക്കി പച്ചിലകളും മരത്തുരികളും അവർ നിമിഷനേരം കൊണ്ട് പറിച്ചുകൊണ്ടുവന്നു. ഞാൻ എൻ്റെ ഷർട്ട് പൂർണ്ണമായും കീറിയെടുത്ത് വലിയൊരു മരക്കമ്പ് ഉപയോഗിച്ച് ആനയുടെ വെടിയേറ്റ കാലിന് മുകളിലായി അതിശക്തമായി ഒരു ടൂർണിക്കെറ്റ് കെട്ടി രക്തപ്രവാഹം കുറച്ചു. ആ സമയം അന്ധയായ ആ പിടിയാന യാതൊരു ശല്യവും ചെയ്യാതെ ഞങ്ങൾക്ക് മുൻപിൽ വളരെ ശാന്തയായി നിന്നു. ഗ്രാമീണർ വലിയ കല്ലുകളിൽ ആ പച്ചമരുന്നുകൾ ചതച്ചെടുത്ത് ആ വലിയ മുറിവിനുള്ളിലേക്ക് ആഴത്തിൽ വെച്ച് കെട്ടി. മണിക്കൂറുകൾ കടന്നുപോയി. ആ കൊടുങ്കാട്ടിൽ ഗ്രാമീണർ തീക്കുണ്ടം കൂട്ടി ആ കൊമ്പന് കാവലിരുന്നു. ആരും ഉറങ്ങിയില്ല. വെളുക്കാൻ തുടങ്ങിയിരുന്നു. മരങ്ങൾക്കിടയിലൂടെ നേരിയ പ്രകാശം താഴേക്ക് വീണു. എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ വലിയ കൊമ്പൻ്റെ ശരീരത്തിൽ ഒരു അനക്കമുണ്ടായി. അവൻ വലിയൊരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടു. എന്നിട്ട് മുൻകാലുകൾ നിലത്തുറപ്പിച്ച് തൻ്റെ സർവ്വശക്തിയുമെടുത്ത് പതുക്കെ മണ്ണിൽ നിന്നും എഴുന്നേറ്റു. മുറിവിൻ്റെ വലിയ വേദന അവനുണ്ടായിരുന്നു. എങ്കിലും ഗ്രാമീണരുടെ പച്ചമരുന്ന് രക്തസ്രാവം പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. അവൻ എഴുന്നേറ്റത് കണ്ടതും ആ ഗ്രാമീണർ വലിയ സന്തോഷത്തോടെ കൈയടിച്ചു. അന്ധയായ ആ പിടിയാന ഓടിവന്ന് അവനെ തുമ്പിക്കൈകൊണ്ട് ചേർത്തു പിടിച്ചു. അവരുടെ ആ വലിയ സ്നേഹത്തിനു മുൻപിൽ തോറ്റുപോയത് മരണമായിരുന്നു. അവർ തിരികെ ആ വലിയ റിസർവ് ഫോറസ്റ്റിൻ്റെ ആഴങ്ങളിലേക്ക് നടക്കാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആ കൊമ്പൻ നിന്നു. അവൻ പതുക്കെ പുറകോട്ട് തിരിഞ്ഞ് എന്നെയും ആ ഗ്രാമീണരെയും നോക്കി. അവൻ്റെ ആ നോട്ടത്തിൽ ദേഷ്യമോ ഭയമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയൊരു നന്ദി ഉണ്ടായിരുന്നു. അവൻ തൻ്റെ വലിയ തുമ്പിക്കൈ ആകാശത്തേക്ക് ഉയർത്തി വളരെ ശാന്തമായൊരു ശബ്ദം പുറപ്പെടുവിച്ചു. കാടിൻ്റെ ഹൃദയത്തിൽ നിന്നും മനുഷ്യർക്ക് കിട്ടിയ ഏറ്റവും വലിയ സല്യൂട്ട്. എന്നിട്ട് അവൻ ആ അന്ധയായ അമ്മയെയും ചേർത്തു പിടിച്ച് കോടമഞ്ഞ് നിറഞ്ഞ ആ കൊടുങ്കാടിൻ്റെ പച്ചപ്പിലേക്ക് എന്നേക്കുമായി മറഞ്ഞു. അവരും വേട്ടക്കാരും ഉപേക്ഷിച്ചു പോയ ആ പഴയ തോക്കും കയ്യിലെടുത്ത് ഞാൻ മലയിറങ്ങുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. ഈ തോക്കിൻ്റെ കാഞ്ചി വലിച്ച് മൃഗങ്ങളെ കൊന്നപ്പോൾ എനിക്ക് ലഭിച്ചതിനേക്കാൾ വലിയൊരു സന്തോഷവും സമാധാനവും ആ കാഞ്ചി വലിക്കാതെ അവരെ ജീവിക്കാൻ അനുവദിച്ചപ്പോൾ എനിക്ക് ലഭിച്ചു. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ വലിയവനാകുന്നത് അവൻ തോക്കെടുക്കുമ്പോഴല്ല, മറിച്ച് സ്നേഹം കൊണ്ട് അവൻ തോക്ക് താഴെ വെക്കുമ്പോഴാണ്. പ്രിയപ്പെട്ട SVTV പ്രേക്ഷകരെ, ആർത്തറിൻ്റെ ഈ വലിയ വേട്ടക്കഥ അന്ധയായ മാതാവും കാവൽക്കാരനും ഇവിടെ പൂർണ്ണമാകുകയാണ്. കാടിൻ്റെ ഈ വലിയ നന്മ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം ഇതുപോലുള്ള മികച്ച കഥകൾ തുടർന്നും കേൾക്കാൻ SVTV സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രകൃതിയുടെ മറ്റൊരു വലിയ അത്ഭുത കഥയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.